കറുത്തമുത്ത് അവസാന ഭാഗം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ കഥകൾ കേൾക്കുന്നതിന് വേണ്ടി പ്ലേലിസ്റ്റ് പരിശോധിക്കുക. കഥ കേൾക്കാം. അവൾ വേഗം യാത്രയ്ക്കൊരുങ്ങി. റോസ്മ ചോദിച്ചു, നീ എവിടെ പോകുവാടി? എന്റെ ഒരു കൂട്ടുകാരിക്ക് ആക്സിഡന്റ്, പോയിട്ട് ഉടനെ വരാം. ഡാഡി സ്ഥലത്തുള്ളത് കൊണ്ട് അങ്ങനെ ഒരു കള്ളം പറയേണ്ടി വന്നു. റോബർട്ടിനെ കാണാനാണെന്ന് പറഞ്ഞ ഡാഡി പൊട്ടിത്തെറിക്കും. ഡെയ്സി ധൃതിയിൽ ഉടുത്തൊരുങ്ങി മേലെടുത്ത ബംഗ്ലാവിന്റെ ഗേറ്റ് കടക്കുമ്പോൾ റോബർട്ടിന്റെ വീട്ടിൽ അതിദ്രുതം ചില തയ്യാറെടുപ്പുകൾ നടക്കുകയായിരുന്നു. മുറിയിൽ തനിക്കൊപ്പമുള്ള കരുത്തനായ ചെറുപ്പക്കാരനോട് റോബർട്ട് നിർദ്ദേശിച്ചു, ഏറെ വൈകാതെ അവൾ ഇങ്ങ് വരും. വന്നാൽ രമ്യമായി ഞാനൊന്ന് സമീപിച്ചു നോക്കാം. സമ്മതിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി എളുപ്പമായി, സമ്മതിക്കുന്നില്ലെങ്കിൽ അതിനുള്ള മറുവഴി. എന്തായാലും എല്ലാം താൻ വിദഗ്ധമായി കാസറ്റിൽ പകർത്തണം. എന്റെ മുഖം വ്യക്തമാകരുത്, അവളുടെ മുഖം വളരെ വ്യക്തമായിരിക്കണം. ഏത് പൊട്ടക്കണ്ണനും ഒറ്റ നോട്ടത്തിൽ അവളെ തിരിച്ചറിയണം. അതൊക്കെ ഞാൻ ഏറ്റു റോബർട്ട്, ചെറുപ്പക്കാരന്റെ ഉറപ്പ്. ആ, താനൊരു വിദഗ്ധനാണെന്ന് എനിക്കറിയാം. ആ കാസറ്റ് പൊക്കിക്കാട്ടി കൊണ്ടുവേണം അവളുടെ ബാങ്ക് ബാലൻസ് ആവശ്യപ്പെടാൻ. മടി കൂടാതെ അതെന്റെ കയ്യിൽ വെച്ച് തന്ന മേലെടുത്ത ബംഗ്ലാവിലെ ഡെയ്സിക്ക് അവളുടെ മാനം കാക്കാം. അതല്ലെങ്കിൽ ഈ ജന്മം അവളെ വിവാഹം കഴിക്കാൻ ഒരു പുരുഷൻ തയ്യാറാവില്ല. തയ്യാറാവുന്നവന്റെ മുമ്പിൽ റോബർട്ട് എത്തും ആ കാസറ്റുമായി. ഒരു ഉന്മത്തനെ പോലെ റോബർട്ട് പൊട്ടിച്ചിരിച്ചു. പൊട്ടിച്ചിരി അവസാനിക്കും മുമ്പേ അയാൾ പുലമ്പി, റോബർട്ട് ഒരു പുണ്യവാളനാണെന്നാ ആ കഴിവോടെ മോൾ വിശ്വസിച്ചിരിക്കുന്നത്. ഇന്ന് ഏതായാലും എന്റെ യഥാർത്ഥ മുഖം ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കും. പറഞ്ഞു തീർന്നതും വീടിനു മുമ്പിൽ ഒരു ഓട്ടോറിക്ഷ വന്നു നിൽക്കുന്നതും കണ്ടു. ഓട്ടോറിക്ഷയിൽ നിന്ന് ഡെയ്സി ഇറങ്ങി. അവള് വന്നളിയോ, താൻ ആ ക്യാമറയും കൊണ്ട് ഒന്ന് ഒതുങ്ങിക്കോ. അവശതയെ അഭിനയിച്ച് ഞാൻ ഇവിടെ ഇരുന്നോളാം. വന്ന് കയറും മുമ്പ് അവൾക്ക് സംശയമുണ്ടാകണ്ട. ചെറുപ്പക്കാരൻ വീഡിയോ ക്യാമറയുമായി അടുത്ത മുറിക്കുള്ളിലേക്ക് ഓടി. തലയിലെ മുറിവ് മൂടിക്കെട്ടിയ ബാൻഡേജിൽ കൈ അമർത്തിപ്പിടിച്ച് അവശനെ പോലെ റോബർട്ട് സോഫയിലിരുന്നു. വഞ്ചനയുടെ വല തനിക്ക് മീതെ വിരിക്കപ്പെട്ടിരിക്കുകയാണെന്ന സംശയം തെല്ലും ഡെയ്സിക്ക് തോന്നിയിരുന്നില്ല. എത്ര തവണ റോബർട്ടിന്റെ ഈ വീട്ടിനുള്ളിലേക്ക് കടന്നു വന്നിരിക്കുന്നു, എത്ര നേരം റോബർട്ടുമായി വർത്തമാനം പറഞ്ഞിരിക്കുന്നു. തികച്ചും ഏകയായി. മാന്യമല്ലാത്ത ഒരു വാക്ക് പോലും റോബർട്ടിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഏറെ ബഹുമാനത്തോടും ഏറെ മാന്യതയോടും ഏറെ യോഗ്യമായി റോബർട്ട് തന്നോട് പെരുമാറിയിട്ടുള്ളൂ. തിന്മയുടെ പാതയിൽ നിന്ന് നന്മയുടെ വഴിയിലേക്ക് അയാളെ തിരിച്ചുവിട്ടത് താനാണ്. വരുമ്പോഴൊക്കെ റോബർട്ട് അത് പറയും. കേൾക്കുമ്പോ ആത്മഹർഷം വിജൃംഭിക്കും. ജീവിതത്തിൽ തനിക്ക് ചെയ്യാൻ കഴിഞ്ഞ ഒരു നല്ല കാര്യം, കള്ളനും പിടിച്ചുപറിക്കാരനുമായി ജീവിച്ച ഒരുവനെ ഇത്തരത്തിൽ നല്ലവനായി മാറ്റിയെടുക്കാൻ കഴിഞ്ഞത് നേട്ടമല്ലേ, അഭിമാനമല്ലേ? ഇപ്പോൾ അയാൾക്കെന്തോ അപകടം അണിഞ്ഞിരിക്കുന്നുവെന്ന്. പാവം, ഒരു സാന്ത്വനത്തിനോ തെല്ലു ശുശ്രൂഷയ്ക്കോ ആരുമില്ലാത്തവൻ. തന്റെ സാമീപ്യം അയാൾക്ക് ഏറെ ആശ്വാസമായിരിക്കും. വാതിൽ മെല്ലെ ചാരിയിരുന്നതേയുള്ളൂ. ഔപചാരികതയുടെ ആവശ്യമില്ലെന്ന് തോന്നിയതുകൊണ്ട് വാതിൽ തള്ളി തുറന്ന് ഡെയ്സി നേരെ അകത്തേക്ക് കടന്നു. അവിടെ സോഫയിൽ നെറ്റിയിലെ ബാൻഡേജിൽ കൈകൾ അമർത്തി തളർന്നിരിക്കുന്നു റോബർട്ട്. ഷോ, റോബർട്ടിന് ഇത് എന്തു പറ്റി? വേഗം അയാളുടെ അടുത്ത് ചെന്ന് നിന്ന് ഡെയ്സി അന്വേഷിച്ചു. ഒന്നും പറയണ്ടെന്ന് ഡെയ്സി, ആരുടെയോ ഭാഗ്യം, അല്ലെങ്കിൽ ഇന്നലെ കൊണ്ട് കഴിഞ്ഞേനെ എന്റെ കഥ. ആരാ റോബർട്ടിനെ കൊല്ലാൻ ശ്രമിച്ചത്? ഡെയ്സി ഉത്കണ്ഠയായി. ഞാൻ എല്ലാം പറയാം. ഡെയ്സി ഒരു കാര്യം ചെയ്യ്, വാതിലടച്ച് കുറ്റിയിട്ടേക്ക്. എന്തോ വലിയ കാര്യമാണ് റോബർട്ട് പറയാൻ പോകുന്നതെന്ന് ഡെയ്സി വിചാരിച്ചു. അവൾ വാതിൽക്കതക് ചേർത്തടച്ച് കുറ്റിയിട്ടു. തിരികെ എത്തിയ ഡെയ്സിയുടെ കയ്യിൽ പിടിച്ച് റോബർട്ട് നിർദ്ദേശിച്ചു, ഇവിടെ ഇരിക്ക്. സോഫയിൽ റോബർട്ടിന്റെ ഒപ്പം ഇരിക്കാൻ ഡെയ്സി ഒന്ന് അറച്ചു. പക്ഷെ ഇരിക്കാൻ അവിടെ മറ്റൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് റോബർട്ടിന്റെ ഒപ്പം ഇരിക്കേണ്ടി വന്നു. ഞാൻ നല്ലവനായി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് ശത്രുക്കളാ, പരീക്ഷണമായ സ്വരത്തിൽ റോബർട്ട് അറിയിച്ചു. നല്ലവരായി ജീവിക്കുന്നവരോട് ആർക്കാ റോബർട്ട് ശത്രുത? ഡെയ്സിയുടെ കണ്ണുകളിൽ അത്ഭുതം തിളങ്ങി. റോബർട്ട് തുടർന്നു, എന്റെ സംശയം മുഴുവൻ സ്റ്റീഫൻ ആയിരിക്കുമെന്നോ. ഇന്നലെ രാത്രി ഞാൻ ഒറ്റയ്ക്ക് നടന്നു വരുമ്പോ പിന്നിലൂടെ വന്ന് അടിക്കുകയായിരുന്നു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയതുകൊണ്ട് തടയാൻ കഴിഞ്ഞു. എന്നിട്ടും നെറ്റിയിൽ അടികൊണ്ട് ചെറിയൊരു മുറിവുണ്ടായി. അതാ ഈ ബാൻഡേജ്. സ്റ്റീഫനും റോബർട്ടും തമ്മിൽ ശത്രുതയിലാണോ? എനിക്ക് അവനോട് ഒരു ശത്രുതയുമില്ല, പക്ഷെ അവന് ഞാൻ ശത്രുവായി. ഡെയ്സിയും ഞാനും തമ്മിൽ പ്രേമമാണെന്ന വിവരം അവൻ എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ടാവും. കുറെ കാലം അവൻ ഡെയ്സിയെ പ്രേമിച്ചു നടന്നല്ലേ. കേൾക്കരുതാത്തത് എന്തോ കേട്ടതുപോലെ ഡെയ്സി നടുങ്ങി. ഞാനും റോബർട്ട് തമ്മിൽ പ്രേമമാണെന്നോ? ആര് പറഞ്ഞു വിഡിത്തം? ഇരുന്നിടത്ത് നിന്ന് ഡെയ്സി വേഗം എഴുന്നേറ്റു. റോബർട്ട് വീണ്ടും അവളുടെ കൈക്ക് പിടിച്ചു.
വിവരമില്ലാത്തവരങ്ങനെ പലതും പറയും. ഡേസി ഇരിക്കെ, ഞാൻ മുഴുവൻ പറയട്ടെ. സത്യം പറയുക റോബർട്ട്, അങ്ങനെയുള്ള വിചാരമൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എന്റെ ഒരു സഹോദരനെ പോലെയാ ഞാൻ റോബർട്ടിനെ കരുതിയിരിക്കുന്നത്. ഞാനും മറ്റുള്ളവരോട് അങ്ങനെയാ ഡേസി പറയുന്നത്. ഡേസിയെ ഞാനൊരു സഹോദരിയെ പോലെയാ കരുതുന്നത്. പക്ഷേ പക്ഷേ ഡേസിയുടെ കണ്ണുകളിൽ വീണ്ടും ഉത്കണ്ഠ. റോബർട്ടിന്റെ മുഖത്ത് വിചിത്രമായൊരു പുഞ്ചിരി ഉണ്ടായി. ആ പുഞ്ചിരിയോടെ അയാൾ മൊഴിഞ്ഞു. അന്യനായ ഒരു പെണ്ണിനെ സ്വന്തം സഹോദരിയായി കരുതാൻ ഭൂമിയിൽ ഒരാണിന് സാധ്യമല്ലെന്ന നീതിശാസ്ത്രം. അപ്പോ റോബർട്ട് എന്നെ ഒരു സഹോദരി പോലെയല്ലേ കരുതുന്നത്, അല്ലേ? അതെ, ഡെയ്സിയെ ഞാൻ എന്റെ ജീവനെ പോലെ കരുതുന്നു. ഡെയ്സി ഇല്ലാതെ എനിക്കിനി ജീവിക്കാനാവില്ല. റോബർട്ട്! ശബ്ദമുയർത്തി ഡെയ്സി വിളിച്ചു. അസംബന്ധം പറയാതെ. അസംബന്ധങ്ങളല്ല ഡെയ്സി, എന്റെ ആത്മാവിന്റെ സ്വരമാ. ഇല്ല റോബർട്ട്, ജീവിതത്തിൽ ഞാനൊരു പുരുഷനെയും സ്നേഹിച്ചിട്ടുള്ളൂ, സ്റ്റീഫനെ. ആ സ്റ്റീഫൻ എന്നെ വഞ്ചിച്ചു. ഇനി ഈ ജീവിതത്തിൽ എനിക്കൊരു പുരുഷന്റെയും സ്നേഹം വേണ്ട. വേണമെങ്കിലും വേണ്ടെങ്കിലും ഈ റോബർട്ട് ഡെയ്സിയെ സ്നേഹിക്കും. വേണ്ട വേണ്ട, എന്നെ വിടൂ, ഞാൻ പോട്ടെ. എങ്ങോട്ട്? എന്റെ വീട്ടിലേക്ക്. റോബർട്ടിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരികയില്ലായിരുന്നു. വന്നതിൽ ഒരു തെറ്റുമില്ല. ചോരയും നീരുമുള്ള യുവാവും യുവതിയും അല്ലേ നമ്മൾ. പലപ്പോഴും നമ്മളിങ്ങനെ അടച്ചിട്ട മുറിക്കുള്ളിൽ അല്പനേരം ഒന്നിച്ചു കഴിയുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല. ഉണ്ട്, അങ്ങനെയുള്ള ചിന്ത പോലും പാപമാ റോബർട്ട്. പാപവും പുണ്യവും അതൊക്കെ മണ്ടന്മാരുടെ സുവിശേഷമാ. ചോരയും നീരുമുള്ള ആണിനും പെണ്ണിനും ആ സുവിശേഷങ്ങളൊന്നും സുഖിക്കില്ല. ഡേസി വരൂ, നമുക്ക് ആ മുറിക്കുള്ളിലേക്ക് പോകാം. ഡേസിയുടെ ഈ സുന്ദരമായ ശരീരത്തിന്റെ ചൂടിൽ ലയിച്ച് ഞാൻ എന്റെ വേദനകളൊക്കെ ഒന്ന് മറക്കട്ടെ. സോഫയിൽ നിന്ന് എഴുന്നേറ്റ് റോബർട്ട് ഡേസിയെ വട്ടം പുണർന്നു. അഗ്നിവലയത്തിനുള്ളിൽ അകപ്പെട്ടതുപോലെയായി ഡേസി. ചുറ്റി വരിഞ്ഞിരിക്കുന്ന അഗ്നിയെ തള്ളിക്കളയാൻ അവൾ ഒരു ശ്രമം നടത്തി. റോബർട്ട്, നിങ്ങൾ ഇത്ര ദുഷ്ടനാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. എന്നെ വിടൂ, ഞാൻ പോവുകയാ. റോബർട്ട് ക്രൂരമായി ചിരിച്ചു. ഈ റോബർട്ടിന്റെ കൈകൾക്കുള്ളിൽ അകപ്പെട്ട ഒരു പെണ്ണും സ്വർഗം കാണാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല. എതിർക്കുകയും നിലവിളിക്കുകയും ചെയ്ത് വെറുതെ തടിയേടാക്കണ്ട. മര്യാദയ്ക്ക് എന്നെ അനുസരിച്ചോ, അതാ നല്ലത്. റോബർട്ട്, ഒരു വിശുദ്ധന്റെ വേഷം കെട്ടി നിങ്ങൾ എന്നെ വഞ്ചിക്കുകയായിരുന്നല്ലേ? വിശുദ്ധന്മാരുടെ കാലം അതൊക്കെ എത്രയോ പണ്ടായിരുന്നു. ഇപ്പോ ആ കാലമൊക്കെ പോയി. 9 വയസ്സുള്ള പെണ്ണിന് പോലും പ്രസവിക്കാൻ അറിയാവുന്ന കാലമാ ഇത്. അപ്പോ എന്നെ നശിപ്പിക്കണമെന്നല്ലേ? എന്തോന്ന് നശിക്കുന്നെന്നാ? ആണും പെണ്ണും തമ്മിൽ ഒരു മുറിക്കുള്ളിൽ കെട്ടിപ്പിടിച്ച് കിടന്നാൽ ഈ ഭൂമിക്ക് ഒരു നാശവും സംഭവിക്കില്ല. ഇതൊക്കെ പ്രപഞ്ച നിയമങ്ങളാ, ഭൂമിക്ക് നാശമുണ്ടാകാതിരിക്കാനുള്ള നിയമങ്ങൾ. ഡേസി വരൂ. ബലമായി മുറിയുടെ നേർക്ക് റോബർട്ട് ഡേസിയെ വലിച്ചഴിച്ചു. ഡേസി എതിർത്തു. തനിക്കുള്ള കരുത്ത് മുഴുവൻ സമാഹരിച്ച് റോബർട്ടിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. വേണ്ടടി, അത്രക്കുള്ള കരുത്തൊന്നും നിനക്കില്ല മോളെ. ഡേസിയുടെ കൈകൾ രണ്ടും പിറകോട്ട് പിണച്ച് അവളെ നെഞ്ചോട് ചേർത്തമർത്തിക്കൊണ്ട് റോബർട്ട് പരിഹസിച്ചു. അയാളുടെ ആ കരുത്തിൽ സ്വന്തം മാറിടങ്ങൾ ഞെരിഞ്ഞ് ചതയുകയാണെന്നും വാരിയലുകൾ ഒടിഞ്ഞു നുറുങ്ങുകയാണെന്നും ഡേസിക്ക് തോന്നി. ഘോരമായ വഞ്ചനയുടെ ഇരുണ്ട ഗുഹയിലാണ് താൻ എത്തിപ്പെട്ടിരിക്കുന്നതെന്ന് അവൾക്ക് ബോധ്യമായി. ഇത്രകാലം വിശുദ്ധന്റെ വേഷം കെട്ടി റോബർട്ട് തന്റെ മുന്നിൽ എത്താറുണ്ടായിരുന്നത് ഈ വഞ്ചനയുടെ ഗുഹയിലേക്ക് തന്നെ ആകർഷിക്കാനായിരുന്നു. ഒന്നും നേരത്തെ മനസ്സിലാക്കാൻ കഴിയാഞ്ഞ വെറും ഒരു വെഡ്ഡി പെണ്ണായി പോയി താൻ. ഈ ദുഷ്ടന്റെ കൈകളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? എന്റെ പൊന്നു റോബർട്ടല്ലേ, എന്നെ വിടൂ പ്ലീസ്. വീണ്ടും ഡേസി കെഞ്ചി. വിടാം, ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കാമോ? വീണ്ടും ഡേസി പിടഞ്ഞു. എനിക്കറിയാം നീ അനുസരിക്കില്ല, പക്ഷെ നിന്നെ അനുസരിപ്പിക്കാനുള്ള കരുത്തൊക്കെ ഈ റോബർട്ടിനുണ്ട്. വർദ്ധിച്ച വൈരാഗ്യത്തോടെ റോബർട്ട് ഡേസിയെ കോരിയെടുത്തു. ഒരാട്ടിൻകുട്ടി എന്നോണം അവളെ ഒതുക്കി പിടിച്ച അയാൾ ബെഡ്റൂമിലേക്ക് കയറി. ബെഡിലേക്ക് അവളെ വലിച്ചെറിയുകയായിരുന്നു റോബർട്ട്. പിന്നെ ക്രൂരനായ ഒരു മൃഗത്തെ പോലെ അയാൾ അവൾക്ക് മീതെ വീണു. ഡേസി അപ്പോഴും പിടഞ്ഞു. ആവുന്നിടത്തോളം ശക്തിയിൽ കുതറി. കമ്മീസിന് മേൽ ചുറ്റിയിരുന്ന ഷാൾ വലിച്ചെടുത്ത് റോബർട്ട് അവളുടെ കൈകൾ പിറകിലേക്ക് ചേർത്ത് ബന്ധിച്ചു. കീറിയെടുത്ത കമ്മീസിന്റെ ഒരു ഭാഗം കൊണ്ട് കാലുകളും കൈകാലുകൾ കെട്ടപ്പെട്ട നിസ്സഹായാവസ്ഥയിൽ ഡേസി കട്ടിലിൽ കിടന്നുരുണ്ടു. റോബർട്ട് ചിരിച്ചു. വികൃതമായ ഈണമുള്ള ചിരിയോടെ അയാൾ പറഞ്ഞു, ഈ തരത്തിൽ കൈയും കാലും കെട്ടിയിട്ട് നിന്നെ ബലാത്സംഗം ചെയ്തിട്ട് എനിക്കൊന്നും നേടാനില്ല. ഞാൻ വിചാരിക്കുന്നതൊക്കെ നടക്കണമെങ്കിൽ പൂർണ്ണമായുള്ള നിന്റെ സഹകരണം വേണം എനിക്ക്. അതിനുള്ള മാർഗവും റോബർട്ട് കണ്ടിട്ടുണ്ടടി. പിന്തിരിഞ്ഞ റോബർട്ട് മുറിക്കുള്ളിലെ വാർഡ്രോബ് തുറന്നു. അതിനുള്ളിൽ നിന്ന് ഒരു സിറിഞ്ച് നീഡിലും അയാൾ പുറത്തെടുത്തു.
നീഡിൽ സിറിഞ്ചിനോട് ഘടിപ്പിച്ച ഏതോ ഒരു മരുന്ന് അയാൾ അതിൽ നിറയ്ക്കുന്നത് ഡെയ്സി കണ്ടു. വിഷം. ഡെയ്സി അങ്ങനെ വിചാരിച്ചു. മരണം ഒരു കഴുകനെ പോലെ തന്റെ നേർക്ക് പറന്നെടുക്കുന്നത് അവൾ അറിഞ്ഞു. അവളുടെ മുഖം വിളറി വെളുത്തു. പേടിക്കണ്ട ഡെയ്സി, ഇതൊരു ലഹരി മരുന്ന്. കിടക്കറയിൽ ആണുങ്ങളെ കാണുമ്പോൾ അലർജി ഉണ്ടാകുന്ന പെണ്ണുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക മരുന്ന്. ഇത് രക്തത്തിലേക്ക് കലർന്നു കഴിയുമ്പോ 2-3 ആണുങ്ങൾ വന്നാലും പോരെന്ന് തോന്നുന്നു നിനക്ക്. പൊയ്ക്കോ ഡേസി എന്ന് പറഞ്ഞിറക്കി വിട്ടാലും നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകില്ല. ബ്ലൂ ഫിലിമിൽ അഭിനയിക്കാൻ വരുന്നവർക്ക് വേണ്ടി പ്രത്യേകം വിദേശത്ത് നിന്ന് കടത്തിക്കൊണ്ടുവരുന്നതാ. ഇതിന്റെ രുചി എന്താണെന്ന് നീയും ഒന്ന് അറിഞ്ഞു. ബലമായി ഡെയ്സിയെ അമർത്തിക്കിടത്തി അവളുടെ അരക്കെട്ടിലേക്ക് റോബർട്ട് സിറിഞ്ച് ആഴ്ത്തി. ചുട്ടുപഴുത്ത ഒരു ഇരുമ്പ് കമ്പി കുത്തിയിറക്കും പോലെ നൊമ്പരമുണ്ടായി അവൾക്ക്. സകല ശക്തി സംഭരിച്ച് അവൾ ഉച്ചത്തിൽ അലറി, അയ്യോ അമ്മേ! ഒരിക്കൽ കൂടി ഡെയ്സി പിടഞ്ഞു. ആ പിടച്ചിലിൽ റോബർട്ടിന്റെ കൈ അയഞ്ഞു. കയ്യിൽ നിന്ന് സിറിഞ്ച് ദൂരത്തേക്ക് തെറിച്ചു. പ്രപഞ്ചം ഇടിഞ്ഞു വീഴും പോലെ ഒരു ധ്വനി ഡെയ്സിയുടെ കാതുകളിൽ മുഴങ്ങി. പ്രപഞ്ചം ഇടിഞ്ഞു വീഴും പോലെയുള്ള ആ ശബ്ദം ഡെയ്സിയുടെ മാത്രമല്ല, റോബർട്ടിന്റെ കാതുകളിലും മുഴങ്ങി. ഒരിക്കലല്ല, വീണ്ടും വീണ്ടും. എന്താണെന്നറിയാനുള്ള ആകാംക്ഷത്തിൽ ഡെയ്സിയുടെ മേലുള്ള പിടിവിട്ട് റോബർട്ട് എഴുന്നേറ്റു. ശ്രദ്ധിച്ചപ്പോൾ അടച്ചിട്ടിരിക്കുന്ന വീടിന്റെ മുൻവാതിലിൽ ആരോ ശക്തിയായി ഇടിക്കുകയാണെന്ന് ബോധ്യമായി. ആരായിരിക്കും? അല്പം മുമ്പ് ഡെയ്സിയുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ട ആരെങ്കിലും വിവരം അന്വേഷിക്കാൻ എത്തിയതാവും. നാശം. ഇനിയിപ്പോ അവരെ സംശയം തോന്നാത്ത രീതിയിൽ തിരിച്ചയക്കേണ്ടിയിരിക്കുന്നു. മുഖം തിരിച്ച് റോബർട്ട് വീണ്ടും ഡെയ്സിയെ നോക്കി. കൈകാലുകൾ കെട്ടപ്പെട്ട നിലയിൽ അവൾ കട്ടിലേക്ക് കിടക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ശബ്ദമുയരാതിരിക്കാൻ ബെഡ്ഷീറ്റിന്റെ അഗ്രം അയാൾ അവളുടെ വായിൽ തിരികെ കയറ്റി. ഇടിമുഴക്കം പോലെ മുൻവാതിലിൽ നിന്ന് അപ്പോഴും ശബ്ദമുയർന്നുകൊണ്ടിരുന്നു. ഡെയ്സി കിടക്കുന്ന അകത്തെ മുറിയുടെ വാതിൽ വലിച്ചടച്ച് റോബർട്ട് മുൻവശത്തെ കതകിനടുത്തേക്ക് വന്നു. ഏതാനാടാ കതക് തല്ലിപ്പൊളിക്കുന്നത്? അമർഷത്തോടെ അലറിക്കൊണ്ട് അയാൾ വാതിൽ തുറന്നു. അടുത്ത നിമിഷം റോബർട്ടിന്റെ മുഖമടച്ച് ഊക്കിലൊരു അടി വീണു. ഒപ്പം അലർച്ചയും. എന്നെ അറിയുകയല്ല നീ? ഞാനാണടാ സ്റ്റീഫൻ. 1000 പൊന്നീച്ചകൾ പറന്ന റോബർട്ടിന്റെ കണ്ണുകൾക്ക് മുമ്പിൽ സ്റ്റീഫന്റെ രൂപം വ്യക്തമായി. എടാ പട്ടിക്കഴുവയുടെ മോനെ, കള്ളനാക്കി എന്നെ പോലീസിൽ പിടിപ്പിച്ചതിന് പകരം വീട്ടാൻ വന്നതാണ് ഞാൻ. വീണ്ടും റോബർട്ടിന്റെ നേർക്ക് സ്റ്റീഫന്റെ കൈ ഉയർന്നു. എന്നാൽ ഇത്തവണ റോബർട്ട് ആ കൈ തടഞ്ഞു. എന്റെ വീട്ടിൽ കയറുമെന്ന് എന്നോട് പകരം ചോദിക്കാനുള്ള തന്റെ ഇടമൊന്നും നിനക്കില്ലട പട്ടി. കാലുയർത്തി സ്റ്റീഫനെ ആഞ്ഞു തൊഴിച്ചുകൊണ്ട് റോബർട്ട് ആക്രോശിച്ചു. കരുതലുണ്ടായിരുന്ന സ്റ്റീഫൻ സമർത്ഥമായി അത് തടഞ്ഞുവെന്ന് മാത്രമല്ല, നിലത്തുറച്ചു നിന്ന റോബർട്ടിന്റെ കാലിൽ ആഞ്ഞൊരു ചവിട്ട് കൊടുക്കുകയും ചെയ്തു. വാഴ വെട്ടിയിടും പോലെ റോബർട്ട് താഴെ ചാടി എഴുന്നേൽക്കാൻ കഴിയും മുമ്പ് വീണ്ടും സ്റ്റീഫന്റെ കാൽ റോബർട്ടിന്റെ മുഖത്ത് പതിച്ചു. മൂക്കിന്റെ പാലം തകർന്നതുപോലെ തോന്നി റോബർട്ടിന്. എങ്കിലും സ്റ്റീഫനെ പരാജയപ്പെടുത്താനുള്ള ആവേശത്തിൽ അയാൾ ചാടി എഴുന്നേറ്റു. ഒരു ദ്വന്ദ്വയുദ്ധത്തിനുള്ള കളമൊരുങ്ങുകയായിരുന്നു അവിടെ. അടിയുടെയും തൊഴിയുടെയും ശബ്ദങ്ങൾക്കൊപ്പം അവ്യക്തമായ ആക്രോശങ്ങളും ആർത്തനാദങ്ങളും മുഴങ്ങി. ഡെയ്സിയുമായുള്ള റോബർട്ടിന്റെ കാമകേളികൾ കാസറ്റിലാക്കാനെത്തിയ വീഡിയോഗ്രാഫർ കാഴ്ച കണ്ട് പകച്ചു നിന്നു. ഏറ്റവും രഹസ്യമായി പ്ലാൻ ചെയ്ത പദ്ധതികൾ അലങ്കോലപ്പെടുന്നെന്ന് അറിഞ്ഞും സ്വന്തം തടിക്ക് കേടുണ്ടാവാതെ അവിടെ നിന്ന് രക്ഷപ്പെടാനായിരുന്നു അയാൾക്ക് തിടുക്കം. റോബർട്ട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന തുക ലഭിച്ചില്ലെങ്കിലും പോലീസ് കേസിൽ പ്രതിയാകാൻ ഇടയാകാതെ അവിടെ നിന്ന് ഓടിപ്പോയേക്കാമെന്ന് അയാൾ തീരുമാനിച്ചു. വീഡിയോ ക്യാമറയും തോളിൽ തൂക്കി വീടിന്റെ പിൻവാതിലൂടെ അയാൾ ഇറങ്ങി ഓടി. ഡെയ്സി അപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. വിചാരിച്ചതിലേറെ ഭീകരമായ വിപത്താണല്ലോ തനിക്കെതിരെ റോബർട്ട് ഒരുക്കിയിരിക്കുന്നത് എന്നറിഞ്ഞും അയാളോടുള്ള അവളുടെ പക ഇരട്ടിയായി. ദുഷ്ടൻ! വിശുദ്ധന്റെ വേഷം കെട്ടി എത്ര വിദഗ്ധമായി അയാൾ തന്നെ വഞ്ചിച്ചു. അയാൾ തിരികെ എത്തും മുമ്പേ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭീകരമായ ദുരന്തത്തിലാവും താൻ അകപ്പെടുകയെന്ന് ഡെയ്സിക്ക് ബോധ്യമായി. എങ്ങനെ രക്ഷപ്പെടും? അനങ്ങാനാവാത്ത വിധം കൈകാലുകൾ കെട്ടപ്പെട്ടിരിക്കുന്നു. നേരിയ ശബ്ദം പുറപ്പെടുവിക്കാൻ പോലും ആവാത്ത വിധം വായിൽ തുണി തിരികെയിരിക്കുന്നു. മുറിക്ക് പുറത്ത് ഘോരമായ സംഘട്ടനം നടക്കുകയാണ്. അടിയുടെയും ഇടിയുടെയും ശബ്ദം, ക്രൂരമായ ആക്രോശങ്ങൾ. ആരാണ് റോബർട്ടിനെ എതിരിടുന്നെന്ന് മനസ്സിലായില്ല. ആരെങ്കിലും ആകട്ടെ, തന്നെ രക്ഷിക്കാൻ ദൈവം അയച്ചതാണ് അയാളെ. തന്റെ നിലവിളി ദൈവം കേട്ടു. പെട്ടെന്ന് ഡെയ്സി ചിന്തിച്ചു, റോബർട്ടുമായുള്ള ഏറ്റുമുട്ടലിൽ അയാൾ പരാജയപ്പെട്ടാലോ? വിജയോന്മത്തനായി കുതിച്ചെത്തുന്ന റോബർട്ടിന് മുമ്പിൽ താൻ ഒരു ഉണക്കില പോലെ പൊടിഞ്ഞു തകരുമെന്ന് ഡെയ്സിക്ക് തോന്നി. പക്ഷെ സ്റ്റീഫന്റെ കരുത്ത്, സ്റ്റീഫന്റെ ശൗര്യം റോബർട്ടിനെ തീർത്തും പരാജയപ്പെടുത്തി. പിടിച്ചു നിൽക്കാനുള്ള അവസാന ശ്രമത്തിൽ സകല ശക്തിയും സംഭരിച്ച് റോബർട്ട് സ്റ്റീഫനെ ആഞ്ഞു തൊഴിച്ചു. സമർത്ഥമായി സ്റ്റീഫൻ ഒഴിഞ്ഞു. ലക്ഷ്യം തെറ്റിയ റോബർട്ടിന്റെ വലതുകാൽ ഭിത്തിയിൽ ആഞ്ഞടിച്ചു. ടക്ക് എന്നൊരു ശബ്ദം കേട്ടു. എതിർത്തു നിൽക്കാനുള്ള സകല കരുത്ത് നഷ്ടപ്പെട്ട് റോബർട്ട് തറയിലേക്ക് ഇരുന്നുപോയി.
ശക്തമായ ആഘാതത്തിൽ കാലിൽ ഒടിവോ പൊട്ടലോ ഉണ്ടായിട്ടുണ്ടാവുമെന്ന് അയാൾ ഊഹിച്ചു. വേദന കൊണ്ട് റോബർട്ട് പുളഞ്ഞു. റോബർട്ടിന്റെ പരാജയം മനസ്സിലാക്കിയ സ്റ്റീഫൻ വിജയഭാവത്തിൽ അയാൾക്ക് മുമ്പിൽ നിന്നു. മതിയായോടെ നിനക്ക്? വിജയോന്മത്തത പൂണ്ട പരിഹാസ സ്വരം. റോബർട്ട് മുഖം കുനിച്ച് തളർന്നിരുന്നു. അരക്കെട്ടിൽ തിരികിയിരുന്ന കഠാര വലി ചൂരിയെടുത്ത് സ്റ്റീഫൻ റോബർട്ടിനെ നേർക്കുകാട്ടി. എടാ പട്ടി, നിന്റെ നെഞ്ചിൽ കുത്തിയിറക്കണമെന്ന് കരുതിയ ഞാൻ ഇത് കൊണ്ടുവന്നത്. പക്ഷേ ഞാനത് ചെയ്യില്ല. പോലീസും നിയമവും എന്നെ തൂക്കിലിടുമെന്നുള്ള പേടി കൊണ്ടൊന്നുമല്ല. മരിക്കുന്ന കാര്യത്തിൽ എനിക്ക് അത്ര ഭയവുമില്ല. പക്ഷെ മരിക്കും മുമ്പ് എനിക്ക് എന്റെ നിരപരാധിത്വം തെളിയിക്കണം. മേലെടുത്ത ബംഗ്ലാവിലെ കാറിന്റെ ടയർ ഊഴിയെടുത്ത് എന്റെ വീടിന്റെ പിറകിൽ കൊണ്ടൊളിച്ചു വെച്ചത് നീയാണെന്ന് മുതലാളിയോടും നാട്ടുകാരോടും വിളിച്ചു പറയിപ്പിക്കാൻ നിന്നെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാ. വൈരാഗ്യത്തോടെ റോബർട്ടിന്റെ ഉടുമുണ്ട് വലിച്ചയച്ച് സ്റ്റീഫൻ അയാളുടെ കൈയും കാലും വരിഞ്ഞു കെട്ടി. തീർത്തും ആവശ്യനായി കഴിഞ്ഞിരുന്നതിനാൽ യാതൊരുവിധ എതിർപ്പും അയാളിൽ നിന്നുണ്ടായില്ല. അസഹ്യമായ വേദനയാൽ ഇടയ്ക്കിടെ അയാൾ ഞരങ്ങുകയും പല്ലുകൾ ഞെറുമുകയും മാത്രം ചെയ്തുകൊണ്ടിരുന്നു. വീണ്ടും സ്റ്റീഫൻ അയാളോട് പറഞ്ഞു, സത്യം എന്താണെന്ന് ഭവാനി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഡെയ്സിയെ വഞ്ചിച്ച് അവളുടെ ബാങ്ക് അക്കൗണ്ടിലെ തുക തട്ടിയെടുക്കാൻ കാട്ടിക്കൂട്ടിയ തന്ത്രങ്ങളായിരുന്നു അല്ലെ? അവരുടെ മുമ്പിൽ ചെന്നിട്ട് നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. പോലീസ് എന്നെ ശിക്ഷിച്ചാലും തൂക്കിക്കൊന്നാലും പിന്നെ എനിക്ക് ദണ്ഡമില്ലടാ. അകത്തെ മുറിയിൽ ഡെയ്സി എല്ലാം കാതോർത്ത് കിടക്കുന്നുണ്ടായിരുന്നു. റോബർട്ടുമായി എതിർത്ത ആൾ സ്റ്റീഫൻ ആണെന്ന് അവൾ മനസ്സിലാക്കി. സ്റ്റീഫൻ കള്ളനായി പോലീസുകാർക്ക് നടുവിൽ അപമാനിതനായി നിന്ന അയാളുടെ ചിത്രം വീണ്ടും ഡെയ്സി ഓർത്തു. സ്റ്റീഫൻ, തന്റെ പ്രിയപ്പെട്ട സ്റ്റീഫൻ. റോബർട്ട് എന്ന വഞ്ചകന്റെ കുൽസിത ബുദ്ധി സ്റ്റീഫനെ കള്ളനാക്കി. ഏതോ വേശിക്ക് 2000 രൂപ കൊടുക്കാൻ വേണ്ടി സ്റ്റീഫൻ കാറിന്റെ ടയറുകൾ മോഷ്ടിച്ചു എന്നാണ് റോബർട്ട് തന്നെ അറിയിച്ചത്. നുണ, കല്ല് വെച്ച നുണ. എല്ലാം സത്യമാണെന്ന് താൻ തെറ്റിദ്ധരിച്ചു. ആ തെറ്റിദ്ധാരണയിൽ സ്റ്റീഫനെ വെറുത്തു. പള്ളിമുറ്റത്ത് വെച്ച് ആ മനുഷ്യന് നേരെ കാർക്കിച്ച് തുപ്പുക പോലും ചെയ്തു. സ്റ്റീഫ, എന്റെ പൊന്നു സ്റ്റീഫ, ഇവളോട് ക്ഷമിക്ക്. ഈ ഡെയ്സിയോട് ക്ഷമിക്ക്. ഉറക്കെ വിളിച്ചു പറയാൻ ഡെയ്സിയുടെ ആത്മാവ് തുടിച്ചു, നാവ് തരിച്ചു. പക്ഷെ ശബ്ദം തെല്ലും പുറത്തേക്ക് വരാനാവാത്ത വിധം റോബർട്ട് അവളുടെ വായിൽ തുണി തിരികെ കയറ്റിയിരിക്കുന്നു. മുറി അടച്ചിട്ടിരിക്കുന്നു. എന്തു ചെയ്യും? കട്ടിലിൽ കിടന്ന് ഡെയ്സി ഉരുണ്ടു. വലിയ ശബ്ദത്തോടെ അവൾ കട്ടിലിൽ നിന്ന് താഴേക്ക് വീണു. എന്തോ തീരുമാനിച്ചുറച്ചവനെ പോലെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഭാവിച്ച സ്റ്റീഫൻ ആ ശബ്ദം കേട്ടു. അയാൾ തിരിഞ്ഞു നിന്നു. അടച്ചിട്ടിരിക്കുന്ന മുറിക്കുള്ളിൽ നിന്നാണ് ആ ശബ്ദമെന്ന് അയാൾക്ക് മനസ്സിലായി. എന്താണെന്നറിയാനുള്ള ഉദ്യോഗതയിൽ വാതിൽ തുറന്ന സ്റ്റീഫൻ ആ കാഴ്ച കണ്ടു. കൈകാലുകൾ കെട്ടപ്പെട്ട് വായിൽ തുണി തിരികിയ നിലയിൽ ഒരു പെണ്ണ്. ഡെയ്സി. സ്റ്റീഫൻ അവളെ തിരിച്ചറിഞ്ഞു. ഡെയ്സി. സർവ്വതും മറന്ന് മുന്നോട്ട് കുതിച്ച സ്റ്റീഫൻ ഡെയ്സിയെ വാരിയെടുത്തു. അവളുടെ വായിൽ തിരികിയിരുന്ന തുണി വലിച്ചെടുത്തു. ഡെയ്സി, ഇതെന്തു പറ്റി? നീ എങ്ങനെ ഇവിടെ വന്നു? സ്റ്റീഫ, എന്റെ പൊന്നു സ്റ്റീഫ, എന്നോട് ക്ഷമിക്ക്. ഈ പാപിയോട് ക്ഷമിക്ക്. ഡെയ്സി പൊട്ടിക്കരഞ്ഞുപോയി. വേഗം സ്റ്റീഫൻ അവളുടെ കൈകാലുകളിലെ കെട്ടഴിച്ചു. എന്റെ സ്റ്റീഫനെ ഓർത്തതിന്, എന്റെ സ്റ്റീഫനെ മനസ്സിലാക്കാൻ കഴിയാഞ്ഞതിന് ദൈവം എന്നെ ശിക്ഷിച്ചതാ. ഇപ്പോ സ്റ്റീഫൻ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ നാളെ ഡെയ്സിയുടെ ജഡമേ ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നുള്ളൂ. സ്റ്റീഫനെ കെട്ടിപ്പുണർന്ന അയാളുടെ നെഞ്ചിൽ മുഖമടച്ചു നിന്ന് ഡെയ്സി വിതുമ്പി. അപ്പോഴും കഥയറിയാതെ നിന്ന സ്റ്റീഫൻ അവളെ നിർബന്ധിച്ചു. പറ, ഡെയ്സിക്ക് എന്ത് പറ്റിയെന്ന് പറ. എനിക്കൊന്നും പറ്റിയില്ല സ്റ്റീഫൻ. തക്ക നേരത്ത് ദൈവത്തെ പോലെ വന്ന് എന്റെ സ്റ്റീഫൻ എന്നെ രക്ഷിച്ചു. പിച്ചി ചീന്തപ്പെട്ട വസ്ത്രങ്ങൾ തെളിച്ചു കാട്ടുന്ന ഡെയ്സിയുടെ നഗ്നത സ്റ്റീഫൻ വേഗം ബെഡ്ഷീറ്റ് കൊണ്ട് മൂടി. ഡെയ്സി തേങ്ങി. ആ റോബർട്ടിന്റെ ചതിമൂലം ഇത്രയും കാലം ഞാൻ എന്റെ സ്റ്റീഫനെ തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു, വെറുത്തിരിക്കുകയായിരുന്നു. ഇപ്പോ സത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ജന്മമുള്ള കാലത്തോളം ഞാൻ എന്റെ സ്റ്റീഫനെ വെറുക്കില്ല. സത്യം, സത്യം. ഡെയ്സിയുടെ കരങ്ങൾ ഇറുകെ സ്റ്റീഫനെ പുണർന്നു. അപ്പോൾ ഡെയ്സി! ഇടിമുഴക്കം പോലെ ആ വിളിയൊച്ച അവിടെ മുഴങ്ങി. ഞെട്ടിത്തിരിഞ്ഞു നോക്കിയ സ്റ്റീഫനും ഡെയ്സിയും കണ്ടു. വാതിൽക്കൽ അഗ്നിമാറുന്ന കണ്ണുകളുമായി സിബി. കൈകാലുകൾ കെട്ടപ്പെട്ട നിലയിൽ തറയിൽ വീണുകിടക്കുന്ന റോബർട്ടും ആ കാഴ്ച കണ്ടു. പ്രത്യാശയുടെ പുതിയ കിരണങ്ങൾ തെളിഞ്ഞതുപോലെ അയാളുടെ കണ്ണുകൾ തിളങ്ങി. ആകെ ഒരു ചിന്താക്കുഴപ്പത്തിൽ തരിച്ചു നിന്നു സിബി. കൈകാലുകൾ കെട്ടപ്പെട്ട നിലയിൽ നിലത്ത് കിടക്കുന്നു റോബർട്ട്. സ്റ്റീഫന്റെ കരവലയത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഡെയ്സി. അവൾ എന്തിനാണ് ബെഡ്ഷീറ്റ് വാരി ചുറ്റിയിരിക്കുന്നത്? സിബിക്ക് ഒന്നും മനസ്സിലായില്ല. ഡെയ്സി, ഇതെന്തൊക്കെയാടി? അലറുകയായിരുന്നു സിബി. പെട്ടെന്ന് സ്റ്റീഫൻ പറഞ്ഞു, അതറിയാൻ ഡെയ്സിയോടല്ല ചോദിക്കേണ്ടത്, ഇവനോടാണ്. മുമ്പോട്ടാഞ്ഞ് റോബർട്ടിന്റെ മുടിക്ക് കുത്തിപ്പിടിച്ചുയർത്തി സ്റ്റീഫൻ അലറി.
നീ കാട്ടിക്കൂട്ടിയതൊക്കെ സത്യമായിട്ട് പറയടാ, അല്ലേ? എലിച്ചെടിയിൽ നിന്ന് വീണ്ടും സ്റ്റീഫൻ കടാര വലിച്ചൂരി. അയ്യോ! ഡെയ്സി നിലവിളിച്ചു. അവൾ വേഗം സ്റ്റീഫന്റെ കൈക്ക് കടന്നു പിടിച്ചു. അരുത് സ്റ്റീഫ, സ്റ്റീഫൻ ഒരു കൊലപാതകി ആവരുത്. കൊലപാതകി? ആമർഷത്തോടെ സ്റ്റീഫൻ പല്ലുകൾ ഞെരിച്ചു. എന്നെ ചതിച്ചവനവൻ, ഇവനെ ഞാൻ വെറുതെ വിടുകയല്ല. ഡെയ്സി, നീ ഇങ്ങോട്ട് മാറ്. സിബി സഹോദരിയെ പിടിച്ചു മാറ്റി. ഖടാര കാണിച്ച് നീ ആരെയാണ് പേടിപ്പിക്കുന്നത്? അടുത്ത ക്ഷണം സിബി സ്റ്റീഫന് നേരെ തിരിഞ്ഞു. മുമ്പ് മുതലേ സ്റ്റീഫനോട് തോന്നിയിരുന്ന വൈരാഗ്യം സിബിയുടെ മനസ്സിൽ എരിഞ്ഞുയർന്നു. സിബി, എന്നോട് ദേഷ്യപ്പെടുന്നതിന് മുമ്പ് നടന്ന സത്യം എന്താണെന്ന് മനസ്സിലാക്ക്. നിലത്ത് കിടന്ന റോബർട്ടിന് നാവിന് പെട്ടെന്ന് ജീവൻ വെച്ചു. സത്യം മനസ്സിലാക്കാൻ ഒന്നുമില്ല സിബി. ആദ്യം ഈ പെരുങ്കലിനെ എവിടെ നിന്ന് അടിച്ചിറക്കി വിട്. പെരുങ്കലെ? ടേസി ചീറി. വിശുദ്ധന്റെ വേഷം കെട്ടി നടന്ന് എന്നെ നശിപ്പിക്കാനൊരുക്കിയ നീയാടാ പെരുങ്കള്ളൻ. സിബി, നമുക്ക് ഇയാളെ പോലീസിൽ ഏൽപ്പിക്കണം. സ്റ്റീഫൻ കടന്നു വരാൻ ഇത്തിരി വൈകിരുന്നെങ്കിൽ ഈ ദുഷ്ടൻ എന്നെ കൊന്നേനെ. ദുഷ്ടൻ? ഞാൻ ഒരുത്തനല്ലടി ഈ ഭൂമിയിൽ ദുഷ്ടനായിട്ടുള്ളത്. നിന്റെ ആങ്ങളെ ഉണ്ടല്ലോ, ഇവനും ദുഷ്ടനാ. നിനക്കറിയില്ലേ ആ കഥ? പോലീസിന് വരട്ടെ, അവരോട് ഞാനെല്ലാം പറഞ്ഞോളാം. തലയ്ക്കുള്ളിൽ ഒരു വെള്ളിടിയുടെ മുഴക്കമുണ്ടായതുപോലെ സിബിക്ക് തോന്നി. ശരീരമാസകലം പെട്ടെന്നൊരു തളർച്ച പടർന്നു കയറുന്നത് പോലെ. സ്റ്റീഫന്റെ കയ്യിലിരിക്കുന്ന തിളങ്ങുന്ന ഖടാരയിലേക്ക് സിബിയുടെ കണ്ണുകൾ പാളി. ഖടാര തട്ടിപ്പറിച്ചെടുത്ത് റോബർട്ടിന്റെ നെഞ്ചിൽ ആഞ്ഞു കുത്തിയിറക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ജീവനില്ലാതെയാൽ റോബർട്ട് ആ കഥ ഇനി ആരോടും വിളിച്ചു പറയില്ലല്ലോ. അതല്ലെങ്കിൽ കൊക്കോ തോട്ടത്തിന്റെ ഇരുളമയും ശലോമയുടെ മുഖവും വീണ്ടും സിബിയുടെ മനസ്സിൽ തെളിഞ്ഞു. ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ലാത്ത രഹസ്യം, സ്റ്റീഫൻ പോലും. അയാൾ അറിയാനിടയായാൽ അടുത്ത ക്ഷണം ആ കടാര തന്റെ നെഞ്ചിൽ തുളഞ്ഞിറങ്ങുമെന്ന് സിബി ഭയപ്പെട്ടു. തൽക്കാലം റോബർട്ടിനെ പ്രീണിപ്പിക്കുകയെ നിർവാഹമുള്ളൂ. താൻ ഒരു കഥയും പറയേണ്ട റോബർട്ട്. താൻ എന്റെ ആത്മാർത്ഥ സുഹൃത്താ. ഒരു അപകടം പിണയുമ്പോ ആത്മാർത്ഥ സുഹൃത്തിനെ ഉപേക്ഷിക്കാൻ മാത്രം നീചനല്ല ഞാൻ. മുമ്പോട്ട് കുനിഞ്ഞ് സിബി റോബർട്ടിന്റെ കൈകാലുകളിലെ കെട്ടുകൾ അഴിക്കാൻ ഭാവിച്ചു. അരുത് സിബി, സ്റ്റീഫൻ വിലക്കി. എന്നോട് കൽപ്പിക്കാൻ നീ ആരാ? ക്രുദ്ധതയോടെ സിബി സ്റ്റീഫനെ നോക്കി. മറ്റൊരു അമ്പരപ്പിൽ നിശ്ചലയായി ഒരു മരപ്പാവയെ പോലെ എല്ലാം കണ്ടു നിന്നതേയുള്ളൂ ഡെയ്സി. എന്റെ കയ്യിൽ നിന്ന് നീ രക്ഷപ്പെടുകയല്ല റോബർട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ നിന്നോട് കണക്ക് തീർക്കും. അന്ന് ഏത് ആത്മാർത്ഥ സുഹൃത്താണ് നിന്നെ രക്ഷിക്കാൻ എത്തുന്നതെന്ന് എനിക്കറിയണം. ഒരിക്കൽ കൂടി ഡെയ്സിയെ തിരിഞ്ഞു നോക്കിയിട്ട് സ്റ്റീഫൻ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. യാമങ്ങൾ മെല്ലെ മെല്ലെ ഇഴഞ്ഞകലുകയായിരുന്നു. എങ്ങനെയെങ്കിലും വീണ്ടും സ്റ്റീഫനെ കണ്ടുമുട്ടാൻ ഡെയ്സിയുടെ മനസ്സ് കൊതിച്ചു. വെറുതെ കണ്ടുമുട്ടാനല്ല, സ്റ്റീഫനോടൊപ്പം ഈ ഭൂമിയുടെ ഏത് കോണിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഡെയ്സി തയ്യാറാണ്. ഈ ഗ്രാമത്തിൽ നിന്ന് അകന്ന് വേറെ എവിടെയെങ്കിലും പോയി സ്റ്റീഫനോടൊപ്പം ജീവിക്കാൻ. സ്റ്റീഫന്റെ ഭാര്യയായി, അയാളുടെ കുഞ്ഞുങ്ങളുടെ അമ്മയായി. അതെ, ഡെയ്സി അത് തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ബാങ്കിൽ സ്വന്തം പേരിലുള്ള ഭീമമായ തുക പിൻവലിച്ച് അതുമായി സ്റ്റീഫനോടൊപ്പം എങ്ങോട്ടെങ്കിലും ഓടിപ്പോവുക. ഇനി കാത്തിരിക്കാൻ വയ്യ. വൈകുന്നേരമായപ്പോൾ കൊക്കോ തോട്ടത്തിലെ ഇരുളിമയിലൂടെ ഡെയ്സി നടന്നു. സ്റ്റീഫന്റെ വീടായിരുന്നു ലക്ഷ്യം. സ്വന്തം തീരുമാനം സ്റ്റീഫനെ അറിയിക്കാൻ ഡെയ്സിക്ക് തിടുക്കമായിരുന്നു. അവൾ സ്റ്റീഫന്റെ വീട്ടിലെത്തി. സ്റ്റീഫ, മുറിക്കുള്ളിലേക്ക് കയറിക്കൊണ്ട് ഡെയ്സി വിളിച്ചു. വിളി കേട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന സ്ത്രീയെ കണ്ടതും ഡെയ്സി പകച്ചു. ഭവാനി, റോബർട്ട് സൂചിപ്പിച്ച കുപ്രസിദ്ധയായ വേശ്യ. ഭവാനി എന്താ ഇവിടെ? തുടിക്കുന്ന ഹൃദയത്തോടെ ഡെയ്സി അന്വേഷിച്ചു. മുഖം മുഴുവൻ വിടർന്ന പുഞ്ചിരിയോടെ ഭവാനി പറഞ്ഞു. ഞാനിപ്പോ എവിടെയാ സ്ഥിരം? എന്ന് വെച്ചാ? ഭവാനിയുടെ മുഖത്തെ പുഞ്ചിരി എങ്ങോ മറഞ്ഞു. പകരം ഒരു ഗൗരവഭാവം അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഗൗരവത്തോടെ ഭവാനി പറഞ്ഞു, ഞാനിപ്പോ സ്റ്റീഫന്റെ ഭാര്യയാണ്. കാതുകളിൽ ആ വാക്കുകൾ ഒരു വെള്ളിടിനാദമായി മുഴങ്ങുന്നതറിഞ്ഞ ഡെയ്സി തരിച്ചു നിന്നു. ആ തരിപ്പിൽ നിശ്ചലത കൊണ്ട് എത്ര നേരം അവിടെ തന്നെ നിന്നുവെന്ന് ഡെയ്സിക്ക് അറിയില്ല. ഭവാനി എന്തൊക്കെയോ അവളോട് ചോദിച്ചുകൊണ്ടിരുന്നു. ഡെയ്സി അതൊന്നും കേട്ടില്ല. എപ്പോഴോ നിശ്ചലതയിൽ നിന്ന് ഉണർന്നപ്പോൾ ഡെയ്സി തിരിച്ചു നടന്നു. ഡെയ്സി പോവുകയാണോ? ഭവാനി ചോദിച്ചു. ഡെയ്സിൽ നിന്ന് യാതൊരു മറുപടിയും ഉണ്ടായില്ല. സ്റ്റീഫനോട് വല്ലതും പറയണോ? വീണ്ടും ഭവാനി അന്വേഷിച്ചു. വേണ്ട, ഒന്നും പറയണ്ട. വേഗം വേഗം കാലുകൾ വെച്ച് ഡെയ്സി അകന്നകന്നു പോകുന്നത് ഭവാനി നോക്കി നിന്നു. കൊക്കോ തോട്ടത്തിലെ ഇരുളുമയിലൂടെ അവൾ നടന്നു മറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭവാനിയുടെ കണ്ണുകളിൽ ക്രൂരമായ ഒരു പുഞ്ചിരിയുടെ തിളക്കം നിറഞ്ഞു കഴിഞ്ഞു. ഭവാനിയോട് പ്രതികാരം ചെയ്യാനുള്ള വ്യക്തമായ മാർഗം റോബർട്ട് മനസ്സിൽ കുറിച്ചിട്ടു. ദിവസങ്ങൾ ഒന്നൊന്നായി കടന്നു പോയിക്കൊണ്ടിരുന്നു. മേലെടുത്ത ബംഗ്ലാവിൽ ചില ഒരുക്കങ്ങൾ നടക്കുന്നു. സ്റ്റേറ്റിൽ നിന്ന് വരുന്ന സുഹൃത്തിന്റെ മകനുമായി
ഡെയ്സിയുടെ വിവാഹം നടത്താനുള്ള തത്രപ്പാടിലാണ് ക്ലീറ്റസ് മുതലാളി. ഡെയ്സിയോട് ആ വിവരം അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു. പ്രത്യേകമായ യാതൊരു ഭാവഭേദങ്ങളുമില്ലാതെ ഡെയ്സി അത് കേട്ടുനിന്നു. ആകെ 1 മാസത്തെ അവധിയുള്ള അയാൾക്ക് കല്യാണം കഴിഞ്ഞ് നിന്നെയും കൂടെ കൊണ്ടുപോകാമെന്നാണ് അയാളുടെ തീരുമാനം. എന്തും സമ്മതമെന്ന ഭാവത്തിൽ ഡെയ്സി നിന്നു. അമേരിക്കയിൽ ഭർത്താവുമൊത്തുള്ള മകളുടെ സന്തോഷകരമായ ജീവിതത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് മുതലാളി അധ്വാനിച്ചു. പാസ്പോർട്ടും യാത്രയ്ക്ക് വേണ്ട നിയമരേഖകളും ശരിപ്പെടുത്തുവാൻ പലതവണ എറണാകുളത്തേക്കും തിരുവനന്തപുരത്തേക്കും പാഞ്ഞു. കാണേണ്ടവരെയൊക്കെ കണ്ടു, ചെയ്യേണ്ടതുപോലെയൊക്കെ ചെയ്തു. ഏറെ ആഹ്ലാദവാനായിരുന്നു അദ്ദേഹം. ഒരു യുവാവിന്റെ ഉന്മേഷവും ചുറുചുറുക്കും. എന്നാൽ സിബിക്ക് കാര്യമായ ഏതോ ഒരു ചിന്താഭാവം അവനെ അലട്ടുന്നുണ്ടായിരുന്നു. യാതൊരു ഉന്മേഷവും ചുറുചുറുപ്പും ഇല്ലാതെ അവൻ സ്വന്തം മുറിയിൽ ഏറെ നേരം ചടഞ്ഞിരുന്നു. പിന്നെ കൊക്കോ ചെടികൾ വളർന്നു നിൽക്കുന്ന പറമ്പിലൂടെ ചിന്താക്ലാന്തനായി ചുറ്റിത്തിരിഞ്ഞു. അവന്റെ അലസതയും ചിന്താഭാരവും പലതവണ ക്ലീറ്റസ് മുതലാളിയുടെ കണ്ണിൽപ്പെട്ടു. നിനക്ക് എന്തു പറ്റിയടാ സിബി? കുറച്ചു ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുന്നു. നീ ആകെ വിഷാദമോഹനാണല്ലോ. ഓ, ഒന്നുമില്ല. അലസമായി അങ്ങനെ പ്രതിവചിച്ചുകൊണ്ട് അവൻ ഒഴിഞ്ഞു മാറി. ഒരു ദിവസം സന്ധ്യ മയങ്ങുന്ന നേരം കൊക്കോത്തോട്ടത്തിലെ മോട്ടോർ റൂമിന്റെ തറയിൽ അവൻ തളർന്നിരിക്കുന്നത് ഡെയ്സി കണ്ടു. അവൾ മെല്ലെ അവന്റെ അരികിലേക്ക് ചെന്നു. എന്താ സിബി ഇവിടെ വന്നിരിക്കുന്നത്? ഡെയ്സി അന്വേഷിച്ചു. മറുപടി പറയാതെ കുറെ നേരം സിബി അവളെ തന്നെ ഉറ്റുനോക്കിയിരുന്നു. പിന്നെ ഒരു സ്വപ്നത്തിൽ നിന്ന് ഉണർന്നവരെ പോലെ പറഞ്ഞു, ആ റോബർട്ട് ജീവിച്ചിരിക്കുന്നത് എന്നായാലും എനിക്ക് നാശമാ. ഞാൻ അവനെ കൊല്ലും. കൊന്ന് ഞാൻ അവനെ ഈ കൊക്കോ തോട്ടത്തിൽ കുഴിച്ചു മൂടും. ഡെയ്സി നടുങ്ങി. അപ്പോൾ ഇവിടെ ഒരു ശവപ്പറമ്പാക്കാനാണോ സിബിയുടെ ഭാവം? ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മുഖമാണ് ഡെയ്സിക്കെന്ന് സിബിക്ക് തോന്നി. ഇരുന്നിടത്ത് നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് അയാൾ ബംഗ്ലാവിലേക്ക് തിരിച്ചു നടന്നു. രാത്രി അന്ധകാരത്തിന്റെ ഇരുണ്ട മറവിലൂടെ റോബർട്ടിന്റെ മോട്ടോർ സൈക്കിൾ ഭവാനിയുടെ വീട്ടിലേക്ക് കുതിച്ചു. പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്ന കാലിന്റെ വേദന അയാൾക്ക് സാരമായി തോന്നിയില്ല. ഭവാനിയോടുള്ള പ്രതികാരം, ആ ചിന്ത റോബർട്ടിനെ ഒരു ചെകുത്താനാക്കി തീർത്തിരുന്നു. കുറച്ചു മാറ്റി ഒരിടത്ത് മോട്ടോർ സൈക്കിൾ നിർത്തി റോബർട്ട് അതിൽ നിന്നിറങ്ങി. പിറകിൽ കരുതിയിരുന്ന പെട്രോൾ നിറച്ച ജാർ അഴിച്ചെടുത്ത് റോബർട്ട് ഭവാനിയുടെ വീടിന്റെ നേർക്ക് നടന്നു. അന്ധകാരത്തിന്റെ ഘോരമായ കറുപ്പിൽ ആ വീട് ശാന്തമായി ഉറങ്ങുകയായിരുന്നു. ഭവാനി ശാന്തമായി അതിനുള്ളിൽ ഉറങ്ങുന്നുണ്ടാവുമെന്ന് റോബർട്ട് വിശ്വസിച്ചു. ഉറങ്ങട്ടെ, അവളുടെ അവസാനത്തെ ഉറക്കം. ശബ്ദമുണ്ടാക്കാതെ റോബർട്ട് കയ്യിലിരുന്ന ജാർ തുറന്നു. അതിനുള്ളിലെ പെട്രോൾ വീടിന് ചുറ്റും തളിച്ചു. പിന്നെ അകലെ മാറി നിന്ന് തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് വീടിന് നേർക്ക് എറിഞ്ഞു. അഗ്നിനാമ്പുകൾ ആ കൊച്ചു വീടിനെ ചുറ്റി തുടങ്ങുമ്പോഴേക്ക് റോബർട്ടിന്റെ മോട്ടോർ സൈക്കിൾ ഭവാനിയുടെ വീട്ടിൽ നിന്ന് ഓടി അകന്നു കഴിഞ്ഞിരുന്നു. തേടിയെത്തുന്ന പുരുഷന്മാർക്ക് മുഴുവൻ ചൂട് പകർന്നു കൊടുക്കുന്ന ഭവാനിയുടെ സുന്ദര ശരീരം അഗ്നിനാളങ്ങളിൽ വെന്തെരിഞ്ഞ് കരിയുന്നുണ്ടാവും. കരിയട്ടെ, ഭവാനിയും അവളുടെ വഞ്ചനയും അതോടെ ഇല്ലാതാകട്ടെ. ക്രൂരമായ സംതൃപ്തിയോടെയാണ് റോബർട്ട് സ്വന്തം വീട്ടിൽ തിരിച്ചെത്തിയത്. ആ സംതൃപ്തിയോടെ നേരം പുലരാറാവും വരെ അയാൾ മദ്യപിച്ചു. മാറ്റുചാരായത്തിന്റെ ലഹരി അയാളുടെ സിരകളെ തളർത്തി. അയാളുടെ കൈകാലുകൾ കുഴഞ്ഞു. കണ്ണുകൾക്ക് മുമ്പിൽ സകല ചരാചരങ്ങളും ചുറ്റിക്കറങ്ങി തുടങ്ങി. തല നേരെ നിൽക്കുന്നില്ലെന്നായപ്പോൾ അയാൾ കട്ടിലേക്ക് മറിഞ്ഞു. പ്രഭാതം. സ്റ്റീഫൻ പാറമടയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് ഭവാനി ആ വിവരം അറിഞ്ഞത്. സ്വന്തം വീട് തീ പിടിച്ച് നശിച്ചു പോയിരിക്കുന്നുവെന്ന്. കേട്ടത് പാതി കേൾക്കാത്ത പാതി ഭവാനി വേഗം അങ്ങോട്ടോടി. അവിടെ അവൾ കണ്ട കാഴ്ച, വീടിരുന്ന സ്ഥാനത്ത് പടർന്നു കിടന്നിരുന്ന ഒരു വലിയ കറുപ്പ് ചാരത്തിന്റെ കൂമ്പാരം. ചുറ്റിലും കരിഞ്ഞുണങ്ങി നിൽക്കുന്ന റബ്ബർ മരങ്ങൾ. ഏറെ നേരം ആ കാഴ്ച കണ്ടു നിൽക്കാനുള്ള കരുത്ത് ഭവാനിക്കില്ലായിരുന്നു. കൂടി നിൽക്കുന്ന ആളുകളെ തട്ടിമാറ്റി അവൾ തിരിഞ്ഞോടി. അവളുടെ മനസ്സിൽ ഒരു മുഖം മാത്രം തെളിഞ്ഞു നിന്നു, റോബർട്ടിന്റെ മുഖം. തന്റെ നേർക്കുള്ള ആ ദുഷ്ടന്റെ പ്രതികാരമാണിതെന്ന് ഭവാനി തീർത്തും വിശ്വസിച്ചു. അതല്ലെങ്കിൽ ദിവസങ്ങളായി തീ പൂട്ടിയിട്ടില്ലാത്ത വീട് എങ്ങനെ അഗ്നിനാളങ്ങളിൽ ചാമ്പലാവാൻ? തുടർച്ചയായി വാതിൽക്കലിൽ ആരോ ഇടിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ റോബർട്ട് മെല്ലെ കണ്ണു തുറന്നു. വേച്ചു വേച്ചു വന്ന് അയാൾ വാതിൽ തുറന്നു. വാതിൽക്കൽ ഭവാനി. റോബർട്ട് അമ്പരന്നു. മുന്നിൽ കണ്ട കാഴ്ച വിശ്വസിക്കാനാവാതെ റോബർട്ട് അവളെ തുറച്ചു നോക്കി. നീ ചത്തില്ലേടി ഭവാനി? വിട്ടുമാറിയില്ലാത്ത മദ്യലഹരിയിൽ അയാളുടെ വാക്കുകൾക്ക് വ്യക്തത നഷ്ടപ്പെട്ടിരുന്നു. വാതിൽക്കിൽ നിന്ന് ഭവാനി ചീറി. ദുഷ്ട, അങ്ങനെ ഒന്ന് ചാവുന്നവളല്ലട ഈ ഭവാനി. പെട്രോൾ ഒഴിച്ച് വീടിന് തീ വെച്ചിട്ടും നീ ചത്തില്ലല്ലേ? എന്നാ ഈ റോബർട്ടിന്റെ കൈകൊണ്ട് ചാകണമെന്നായിരിക്കും നിന്റെ വിധി. മുമ്പോട്ടാഞ്ഞ് റോബർട്ട് ഭവാനിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. അല്ലടാ, എന്റെ കൈ കൊണ്ട് ചാകണം എന്നതാ നിന്റെ വിധി.
ഞാനത് തീരുമാനിച്ചുറച്ചു തന്നെയാ വന്നിരിക്കുന്നത്. ഇനി നീ ജീവിച്ചിരുന്ന തീ വെക്കുന്നത് എന്നെ തന്നെയായിരിക്കും. ഭവാനിക്കത് നല്ലോണം അറിയാം. അതുകൊണ്ട് നീ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ലടാ ദുഷ്ട. എളിയിൽ താഴ്ത്തി വെച്ചിരുന്ന കത്തി ഭവാനി വലിച്ചൂരിയെടുത്തു. ഒരു സെക്കൻഡിന്റെ താമസം ഉണ്ടായിരുന്നുള്ളൂ. കടാര റോബർട്ടിന്റെ വയറ്റിൽ തുളഞ്ഞു കയറി. വീണ്ടും വീണ്ടും കടും ചുവപ്പ് നിറമുള്ള ചുടുചോര കുതിച്ചൊഴുകി. ഭവാനിയുടെ കഴുത്തിൽ മുറുകിയിരുന്ന റോബർട്ടിന്റെ കൈകൾ മെല്ലെ അയഞ്ഞു. കാലുകൾക്ക് ശക്തി ചോർന്ന അയാൾ താഴേക്ക് വീണു. അവിടെ കിടന്ന് അയാൾ പിടഞ്ഞു. കയ്യിലിരിക്കുന്ന ചോര പുരണ്ട കടാരയിലേക്ക് ഭവാനി വീണ്ടും നോക്കി. അവളുടെ പല്ലുകൾ ഞെരിഞ്ഞു. ദുഷ്ട, നീ ഇനി ഒരുത്തരും ചതിക്കരുത്. ആ പല്ലുകൾക്കിടയിൽ വാക്കുകൾ ചതഞ്ഞു. വീണ്ടും ഭവാനിയുടെ കൈ ഉയർന്നു. നിലത്ത് പൊളയുന്ന റോബർട്ടിന്റെ നെഞ്ചിൽ രക്തത്തിന്റെ മറ്റൊരു അരുവി കൂടി പൊട്ടി. അയാൾ നാവ് കടിച്ചു, കണ്ണുകൾ തുറച്ചു. തുറന്നു കിടന്നിരുന്ന വാതിൽ വലിച്ചടച്ച് ഭവാനി അവിടെ നിന്നിറങ്ങി ഓടി. ചോര പുരണ്ട കടാര അവൾ അപ്പോഴും കയ്യിൽ കരുതിയിരുന്നു. മേലെടുത്ത ബംഗ്ലാവിന്റെ ഗേറ്റിൽ ഭവാനി നിന്നു. ഡേസി, ഡേസി! ഉച്ചത്തിൽ ഭവാനി വിളിച്ചു. പുറത്തേക്ക് വന്ന ഡേസി ആ കാഴ്ച കണ്ട് പകച്ചു. രക്തം പുരണ്ട കടാരയുമായി ഭവാനി. പെട്ടെന്ന് അകത്തേക്ക് വലിയാൻ ഭാവിച്ച ഡേസിയോട് ഭവാനി അലറി. നില്ല് ഡേസി, ഞാനൊരു കാര്യം പറയാൻ വന്നതാ. ഡേസി നിന്നു. ഞാൻ ആ റോബർട്ടിനെ കൊന്നു. ചോര പുരണ്ട കടാര ഭവാനി ഉയർത്തിക്കാട്ടി. ഇനി ഞാൻ പോവുകയാ പോലീസ് സ്റ്റേഷനിലേക്ക്. അതിനു മുമ്പ് ഡേസിയോട് ക്ഷമ പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ക്ഷമ പറയാനോ? എന്തിന്? ഞാൻ ഡേസിയോട് ഒരു കള്ളം പറഞ്ഞു. ഞാൻ സ്റ്റീഫന്റെ ഭാര്യയാണെന്ന്. അല്ല ഡേസി, അല്ല. ഇത്രയും നാൾ ഒരു കൂരയ്ക്ക് താഴെ കഴിഞ്ഞിട്ടും ഒരു നിമിഷത്തേക്ക് പോലും ആ മനുഷ്യന്റെ ഭാര്യയാവാൻ ഭവാനിക്ക് കഴിഞ്ഞിട്ടില്ല. എത്ര നിർബന്ധിച്ചിട്ടും ആ മനുഷ്യൻ അതിനെന്നെ അനുവദിച്ചിട്ടില്ല. ആ മനസ്സ് നിറയെ ഡേസിയോടുള്ള സ്നേഹമാ. അത് അറിഞ്ഞിരുന്നിട്ടും അന്ന് ഡേസിയോട് ഞാൻ കള്ളം പറഞ്ഞതിൽ എനിക്ക് ദുഃഖമുണ്ട്. എന്റെ മനസ്സിന്റെ ആശയായിരുന്നു, ഒരിക്കലും നടക്കാത്ത ആശ. ഞാൻ പോവുകയാ ഡേസി. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. ഒരിക്കലും, ഒരിക്കലും. ഭവാനി പെട്ടെന്ന് തിരിഞ്ഞു നടന്നു. ചോര ചുവപ്പ് ഉണങ്ങി പിടിച്ച കടാരയുമായി അവൾ നടന്നകലുന്നത് ഡേസി നിശ്ചലം നോക്കി നിന്നു. അവൾ കണ്ണിൽ നിന്നും മറഞ്ഞപ്പോൾ ഒരു ദീർഘനിശ്വാസത്തോടെ ഡേസി മുഖം തിരിച്ചു. പിന്നിൽ അവളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്ന ക്ലീറ്റസ് മുതലാളി. കേട്ടടി, എല്ലാം ഞാൻ കേട്ടു. മനസ്സ് നിറയെ സ്നേഹവുമായി ഏതോ ഒരുത്തൻ നിന്നെ കാത്തിരിക്കുന്നെന്ന്. ആരാടി അവൻ? മകളുടെ നേർക്ക് അദ്ദേഹം അലറി. തെല്ലു നേരം ഡേസി മൂകയായി നിന്നു. പിന്നെ അവൾ പറഞ്ഞു, സ്റ്റീഫൻ. ഒരു ഇടിമുഴക്കം പോലെ ആ ശബ്ദം ക്ലീറ്റസ് മുതലാളിയുടെ കാതുകളിൽ പ്രതിധ്വനിച്ചു. പരവശനായാണ് സ്റ്റീഫൻ പാറമടയിൽ നിന്ന് വീട്ടിലെത്തിയത്. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ തളർന്നിരിക്കാനേ അയാൾക്ക് കഴിഞ്ഞുള്ളൂ. ചോര പുരണ്ട കടാരയുമായി നടന്നകലുന്ന ഭവാനിയുടെ രൂപം കണ്ണുകൾക്ക് മുമ്പിൽ മായാതെ നിൽക്കുന്നത് പോലെ. ഈ ഭവാനി കൊലപാതകിയായി സ്റ്റീഫ. റോബർട്ടിനെ കൊല്ലേണ്ടി വന്നെനിക്ക്. പോലീസുകാർ ഇങ്ങോട്ട് തേടി വരുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് പോവുകയാ. എല്ലാം ഞാൻ അവരോട് തുറന്നു പറഞ്ഞോളാം. തൂക്കുമരമായിരിക്കും എനിക്ക് വിധിച്ചിരിക്കുന്നത്. സാരമില്ല, ഈ ഭവാനിക്ക് വേണ്ടി കരയാൻ ആരുമില്ലല്ലോ. നടന്നകലും മുമ്പ് ഭവാനി പറഞ്ഞ വാക്കുകൾ കാതുകളിൽ എപ്പോഴും ഓളമിടുന്നത് പോലെ തോന്നി. ആ ഓർമ്മകൾ ഉണർത്തുന്ന നൊമ്പരവും പേര് തളർന്നിരിക്കെ സ്റ്റീഫന്റെ കണ്ണുകൾ മറ്റൊരു കാഴ്ച കണ്ടു. മേലെടുത്ത ബംഗ്ലാവിലെ ക്ലീറ്റസ് മുതലാളി തന്റെ വീട്ടിലേക്ക് വരുന്നു. ഇരുന്നിടത്ത് നിന്ന് സ്റ്റീഫൻ മെല്ലെ എഴുന്നേറ്റു. ധൃതിയിൽ പടി കയറി വന്ന മുതലാളി സ്റ്റീഫന്റെ നേർക്ക് നോക്കി തെല്ലുനേരെ നിന്നു. ഒരു ശത്രുവിന്റെ ഭാവമാണ് ആ കണ്ണുകളിൽ നിന്ന് സ്റ്റീഫൻ തിരിച്ചറിഞ്ഞു. നിന്നോട് ഒരു കാര്യം പറയാൻ വന്നതാണ് ഞാൻ. മുതലാളിയുടെ ശബ്ദത്തിന് തികഞ്ഞ ഗൗരവം. ഡേസിയും നീയും തമ്മിൽ എന്തൊക്കെയോ ചില ബന്ധങ്ങളുണ്ടെന്ന് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയായാലും എല്ലാം ഇതോടെ അവസാനിപ്പിച്ചേക്കണം. ഡേസി എന്ന പേര് മേലിൽ ഉച്ചരിച്ചു പോയാൽ അന്ന് ഞാൻ നിന്റെ നാവ് പിഴുതെറിയും. മേലെടുത്ത ക്ലീറ്റസ് ആരാണെന്ന് നിനക്കറിയില്ല കേട്ടോ. മുതലാളിയുടെ വലത് ചൂണ്ടുവിരൽ സ്റ്റീഫന്റെ നേർക്കുയർന്നു. പെട്ടെന്ന് സ്റ്റീഫന്റെ മറുപടി ഉണ്ടായി. ഇതെന്റെ വീടാണ്. ഈ വീടിന്റെ മുറ്റത്ത് നിന്ന് എന്നെ ഭീഷണിപ്പെടുത്തുന്നവരാരായാലും ഞാൻ അവനെ വകവെക്കില്ല. മര്യാദയാണെങ്കിൽ മര്യാദ. ഓഹോ, നീ അത്രയ്ക്കൊരു തന്റെടിയാണല്ലേ. എടാ, മേലെടുത്ത ക്ലീറ്റസിന് ചത്തുപോയ മാർക്കോയുടെ മകനോട് മര്യാദ പറയേണ്ട കാര്യമില്ലടാ. ഭീഷണിയായിട്ട് തന്നെ പറയുക. ഡേസിയും നീയും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെന്ന് ഈ നാട്ടിൽ ആരെങ്കിലും അറിയാനിടയായാൽ അടുത്ത ദിവസം നിന്റെ ശവമായിരിക്കും ഈ വീടിനുള്ളിൽ ഉണ്ടാവുക. ഓർത്തോണം. മറുപടിയായി സ്റ്റീഫൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് മുതലാളി തിരിഞ്ഞു നടന്നു. പുച്ഛത്തോടെ സ്റ്റീഫൻ ആ പോക്ക് നോക്കി നിന്നു. അയാളുടെ ഓർമ്മയിൽ വീണ്ടും ചില ചിത്രങ്ങൾ തെളിഞ്ഞു വന്നു.
ഒരു പൂനിലാവ് പോലെ ഈ വീട്ടിലേക്ക് കയറി വന്ന ഡെയ്സി തന്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി നിന്ന് സ്റ്റീഫനോടൊപ്പമല്ലാതെ എനിക്ക് മറ്റൊരു ജീവിതമില്ലെന്ന് മന്ത്രിച്ച ഡെയ്സി. അതെ, മറക്കാനാവാത്ത വിധം, അവഗണിക്കാനാവാത്ത വിധം ഡെയ്സി മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ഒന്നിച്ച് ജീവിക്കാൻ ഒക്കുന്നില്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് മരിക്കാൻ സ്റ്റീഫൻ. ഡെയ്സിയുടെ പ്രബോധനം വീണ്ടും വീണ്ടും മനസ്സിനെ തരളമാക്കുന്നു. വീശിയടിക്കുന്ന നേർത്ത കാറ്റിൽ ചില്ലത്തലപ്പുകളുടെ മൃദുമർമ്മരങ്ങൾ, രാപ്പറവകൾ ചിറകടിച്ച് പറക്കുന്ന ശബ്ദം. ആ ശബ്ദങ്ങൾക്കിടയിലൂടെ സ്റ്റീഫ, ആരോ നേർത്ത ശബ്ദത്തിൽ വിളിക്കുന്നത് പോലെ. കാതോർത്ത് കിടക്കുമ്പോൾ വീണ്ടും സ്വരാവർത്തനം. ആരത്? സ്റ്റീഫൻ വിളിച്ചു ചോദിച്ചു. കതക് തുറക്ക്. വീണ്ടും മൃദുല ശബ്ദം. വേഗം എഴുന്നേറ്റ് സ്റ്റീഫൻ വിളക്ക് തെളിച്ചു. വാതിൽ തുറന്നു. വാതിൽക്കൽ നിൽക്കുന്ന നിഴൽരൂപം അയാൾ തിരിച്ചറിഞ്ഞു. ഡെയ്സി. വേഗം അകത്തേക്ക് കയറിയിട്ട് ഡെയ്സി വാതിൽ ചാരി. ഡെയ്സി, ഈ രാത്രി? അമ്പരപ്പ് സ്റ്റീഫന്റെ വാക്കുകളെ മൂടി. എന്റെ സ്റ്റീഫ. അയാളെ വട്ടം പുണർന്ന് ഒരു തേങ്ങൽ. ആ തേങ്ങലിനിടയിലൂടെ ഡെയ്സിയുടെ നേർത്ത സ്വരം ഒഴുകി. എല്ലാം തീരുമാനിച്ചുറച്ച സ്റ്റീഫ ഞാൻ വന്നിരിക്കുന്നത്. ഈ രാത്രി പുലരും മുമ്പേ നമുക്ക് ഇവിടെ വിട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോവാം. നിയമപ്രകാരം ഭാര്യയും ഭർത്താവുമാകുന്നവരെ നമുക്ക് എവിടെയെങ്കിലും ഒളിച്ചു കഴിയാം. പുലരും മുമ്പേ നമുക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നമുക്ക് ഒന്നിക്കാൻ കഴിയാതെ വരും സ്റ്റീഫ. വേഗം ഒരുങ്ങ്. ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. പക്ഷെ ഡെയ്സി. സ്റ്റീഫൻ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. ഈ ഭൂമിയിൽ എവിടെ പോയാലും നമുക്ക് ജീവിക്കാനുള്ള പണം എന്റെ കയ്യിലുണ്ട്. നോക്ക്. തോളിൽ തൂക്കിയിരുന്ന ഹാൻഡ് ബാഗ് തുറന്ന് ഡെയ്സി സ്റ്റീഫനെ കാണിച്ചു. എന്റെ ബാങ്ക് അക്കൗണ്ടിലുണ്ടായിരുന്ന മുഴുവൻ തുക പിൻവലിച്ചതാ. ആലോചിച്ച് നിൽക്കാതെ സ്റ്റീഫൻ ഇറങ്ങ്. ഡെയ്സി തിടുക്കപ്പെട്ടു. എന്താണ് വേണ്ടതെന്ന് സ്റ്റീഫൻ ആലോചിച്ചു. കണ്ണുകൾക്ക് മുമ്പിലെ സത്യം ഒരു സ്വപ്നമാണോ എന്ന സംശയം അയാൾ ഇപ്പോഴും ബാക്കി നിന്നു. മനസ്സു നിറയെ ആത്മാർത്ഥതയും സ്നേഹവുമായി ഡെയ്സി ഇതാ ഇറങ്ങി വന്നിരിക്കുന്നു. തന്നോടൊപ്പം ഈ ഭൂമണ്ഡലത്തിന്റെ ഏത് കോണിലേക്കും ഓടിപ്പോകാൻ തയ്യാറായി. പക്ഷെ ഒരു മുന്നാലോചനയുമില്ലാതെ അവളെയും കൊണ്ട് എങ്ങോട്ട് പോകും? സ്റ്റീഫൻ എന്താ ആലോചിച്ച് നിൽക്കുന്നത്? യാതൊന്നും കെട്ടിപ്പൊതിഞ്ഞെടുക്കേണ്ട കാര്യമില്ല. വേഗം വീണ്ടും പൂട്ടി ഇറങ്ങിയ 1 മണിക്കൂർ നടന്നാൽ മതി നമുക്ക് പട്ടണത്തിലെത്താൻ. അവിടെ എത്തിയ ബസ്സോ ട്രെയിനോ ഉണ്ടാവും. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാൻ. വീണ്ടും ഡെയ്സിയുടെ തിടുക്കം. ഇരമ്പിയാർക്കുന്ന കടലിന്റെ ആവേശമാണ് അവളുടെ മനസ്സിലെന്ന് സ്റ്റീഫന് തോന്നി. പക്ഷെ ആ ആവേശം ഡെയ്സി കരുതും പോലെ കാര്യങ്ങൾ സുഗമമാക്കുകയില്ലെന്ന് സ്റ്റീഫൻ ചിന്തിച്ചു. 1 മണിക്കൂർ നടന്നു വേണം പട്ടണത്തിലെത്താൻ. ഇപ്പോൾ സമയം 12 മണിയായിട്ടുണ്ടാവും. പട്ടണത്തിലെ സിനിമാ തിയേറ്ററിൽ നിന്ന് ഗ്രാമത്തിലേക്ക് ആളുകൾ മടങ്ങുന്ന സമയം. നടുരാത്രി ഡെയ്സിയുമായി നടന്നു പോകുന്നത് ഏതെങ്കിലും ഒരുവൻ കണ്ടാൽ സകല പദ്ധതികളും അതോടെ തകർന്ന് തരിപ്പണമാവും. രാത്രിയാണെങ്കിലും ഇരുളിന്റെ മറവില്ല. ചന്ദ്രക്കലയൊഴുകുന്ന പ്രകാശത്തിൽ ഭൂമിയിലെ സകല ചരാചരങ്ങളും വ്യക്തമായി കാണാം. സ്റ്റീഫൻ, എന്താ ഇത്ര ആലോചിക്കുന്നത്? കരച്ചിലിന്റെ വക്കോളമെത്തി ഡെയ്സി. ഏതൊരു പ്രവൃത്തിക്ക് മുമ്പ് ഒരു ആലോചന വേണം ഡെയ്സി. അതില്ലെങ്കിൽ ചെന്ന് ചാടുന്നത് അപകടത്തിലാവും. സ്റ്റീഫൻ ഓർമ്മിപ്പിച്ചു. അവളുടെ നിറമാറിടങ്ങളുടെ തുടുപ്പ് സ്വന്തം നെഞ്ചിലേക്ക് സ്റ്റീഫൻ ഏറ്റുവാങ്ങി. എന്റെ ഡെയ്സി. കീറി മുറിച്ച് കടിച്ചു തിന്നുന്നവരോടാ പെണ്ണുങ്ങൾക്ക് ഇഷ്ടം. ഭവാനിയുടെ പ്രബോധനം ഒരു കൊടുങ്കാറ്റായി സ്റ്റീഫന്റെ കാതുകളിൽ ഇരമ്പി. ആ കൊടുങ്കാറ്റിൽ സ്റ്റീഫന്റെ സിരകളിൽ ഉണർന്ന വികാരനാളങ്ങൾ അഗ്നിജ്വാലയായി ആളിപ്പടർന്നു. അയാളുടെ കൈവിരലുകളും ചൊടിയണകളും ഭ്രാന്തമായി ഡെയ്സിയുടെ മാംസളതകളിൽ കടിഞ്ഞാണറ്റ കുതിരകളായി പാഞ്ഞു. പ്രകൃതിയിൽ പാലൊളി തൂവുന്ന പൂനിലാവ് ഏതോ ലജ്ജയാൽ ഒരു മേഘക്കീറിൽ മുഖമൊളിച്ചു. ചുറ്റിത്തിരിയുന്ന പാതിരാക്കാറ്റ് വൃക്ഷച്ചില്ലകളോട് സ്വകാര്യം പറഞ്ഞ് അകന്നുപോയി. എവിടെയോ ഒരു പൂങ്കോഴിയുടെ ഉച്ചത്തിലുള്ള കൂകൽ കേട്ടു. സ്റ്റീഫ, എഴുന്നേക്ക്. നേരെയായി. നമുക്ക് പോകണ്ടേ? ധൃതിയിൽ ഉരുണ്ടുപുരണ്ട് എഴുന്നേറ്റ ഡെയ്സി സ്റ്റീഫനെ വലിച്ചുയർത്തി. ശരിയാ, നേരമേറെ ആയിരിക്കുന്നു. ഡെയ്സി വേഗം ഒരുങ്ങിക്കോ. കട്ടിൽ ക്ലാസ്സിൽ അഴിഞ്ഞു വീണുകിടന്നതിന്റെ വസ്ത്രങ്ങൾ വീണ്ടും ധരിച്ച് ഡെയ്സി തയ്യാറായി. സ്റ്റീഫൻ വാതിൽ തുറന്ന പ്രകൃതിയിലേക്ക് നോക്കി. നിലാവ് ആകാശത്തിന്റെ നടുവിലെത്തിയിരിക്കുന്നു. രാക്കാറ്റ് എവിടെയോ ഒളിച്ചു കഴിഞ്ഞിരിക്കുന്നു. സമയം പൂർണ്ണമായും തങ്ങൾക്ക് അനുകൂലമാണ്. വീടിന്റെ വാതിൽ സ്റ്റീഫൻ താഴിട്ട് പൂട്ടി. പൂനിലാവ് തെളിച്ചു കാട്ടിയ വഴിയിലൂടെ അവർ ഇറങ്ങി നടന്നു. സ്റ്റീഫനും ഡെയ്സിയും കൊക്കോ തോട്ടത്തിന്റെ വശത്തുകൂടിയുള്ള ഇടവഴിയെ നടക്കുമ്പോൾ നിലാവെളിച്ചത്തിൽ തലയുയർത്തി നിൽക്കുന്ന മേലെടുത്ത ബംഗ്ലാവിലേക്ക് ഡെയ്സിയുടെ കണ്ണുകൾ പാഞ്ഞു. ജനിച്ചു വളർന്ന സ്വന്തം വീട്. അവസാനമായി ഡെയ്സി അവിടേക്ക് തിരിഞ്ഞു നോക്കി. നിശയുടെ നിശ്ചലയാമത്തിൽ ആ ബംഗ്ലാവും അതിനുള്ള മനുഷ്യരും നിദ്രയുടെ ഗാഠതയിലാണെന്ന് അവൾക്ക് ബോധ്യമായി. വേഗം നടന്നു. പെട്ടെന്ന് ബൗ ബൗ ഇടിവെട്ടും പോലെ അവർക്ക് നേരെ കുരച്ചുകൊണ്ട് എങ്ങു നിന്നോ 2 നായ്ക്കൾ. രാവിന്റെ മൂകതയിൽ ആ ശബ്ദം ഇടിമുഴക്കങ്ങളായി ധ്വനിച്ചു. ഒരടി പോലും മുമ്പോട്ട് നീങ്ങാനാവാതെ സ്റ്റീഫനും ഡെയ്സിയും നിന്നു.
നായ്ക്കൾ അവർക്കു നേരെ അപ്പോഴും നിർത്താതെ കുരച്ചു. മേലെടുത്ത ബംഗ്ലാവിലെ ലൈറ്റുകൾ തെളിഞ്ഞു. ടോർച്ചുമായി ചാടി ഇറങ്ങി വന്ന മുതലാളിയുടെയും സിബിയുടെയും മുമ്പിൽ രണ്ട് പ്രതിമകളെ പോലെ സ്റ്റീഫനും ഡെയ്സിയെ നിന്നു. എങ്ങോട്ടെങ്കിലും ഓടി സ്റ്റീഫ, അല്ലെങ്കിൽ അവൻ എന്റെ സ്റ്റീഫനെ കൊല്ലും. സംഭീതിയോടെ ഡെയ്സി പുലമ്പി. ഒപ്പം അവളുടെ കണ്ണുകൾ നിലാവെളിച്ചം പരന്നു കിടക്കുന്ന പരിസരമാകെ ഓട്ടപ്രദക്ഷിണം നടത്തുകയും ചെയ്തു. ഏതെങ്കിലും ഒരു പഴുത് കണ്ടെത്തി സ്റ്റീഫനെ രക്ഷപ്പെടുത്താനുള്ള വ്യഗ്രതയിലായിരുന്നു ആ കണ്ണുകൾ. അചഞ്ചലനായി ഡെയ്സിയെയും ചേർത്ത് പിടിച്ചു നിന്നതേയുള്ളൂ സ്റ്റീഫൻ. മരിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് മരിക്കാം. തെല്ലും കൂസലില്ലാതെ സ്റ്റീഫന്റെ സ്വരം. അയാളോട് പറ്റിച്ചേർന്ന് ഡെയ്സി നിന്നു. അവൾ പൂക്കുല പോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇത്രത്തോളം കരുതി പ്രവർത്തിച്ചിട്ടും അവസാന നിമിഷം തങ്ങളുടെ പദ്ധതികളെല്ലാം പരാജയപ്പെട്ടല്ലോ എന്ന ചിന്ത അവളെ തളർത്തി. സ്റ്റീഫൻ പറഞ്ഞതുപോലെ ഇനി ഒന്നിച്ചു മരിക്കാം, അതിനെ കഴിയൂ. ഓടിയടുക്കുന്ന ഡാഡിയെയും സഹോദരനെയും തുറിച്ചു നോക്കി ഡെയ്സി നിന്നു. സിബിയുടെ കയ്യിലെ ടോർച്ചിന്റെ പ്രകാശം അവരുടെ മുഖത്ത് പതിച്ചു. ഡെയ്സിയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന സ്റ്റീഫൻ. ക്ലീറ്റസ് മുതലാളിയുടെ തലയ്ക്കുള്ളിൽ ഒരു മിന്നൽ പിണർ പൊളഞ്ഞു. കോഴയുടെ മോളെ, നീ അത്രത്തോളായില്ലേ? മുതലാളി അലറി. സ്റ്റീഫന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഡെയ്സിയെ വലിച്ചു മാറ്റാൻ മുതലാളി മുമ്പോട്ട് കുതിച്ചു. ഡെയ്സിയെ തൊട്ടുപോകരുത്! ഇടിമുഴക്കമായി സ്റ്റീഫന്റെ ആജ്ഞ മുഴങ്ങി. മുമ്പോട്ട് കുതിച്ച മുതലാളിയെ അയാൾ ശക്തിയിൽ പിറകിലേക്ക് തള്ളി. ജയമാണെങ്കിലും പരാജയമാണെങ്കിലും കൈക്കരുത്തിലൂടെ അതറിയാനായിരുന്നു സ്റ്റീഫന്റെ തീരുമാനം. ഒരു സിംഹത്തെ പോലെ സിബി സ്റ്റീഫന്റെ നേർക്ക് ചാടി വീണു. എടാ കൊള്ള റാസ്കലെ, പാതിരാത്രിക്ക് എന്റെ പെങ്ങളെ കടത്തിക്കൊണ്ടു പോകാനും മാത്രം നീ വളർന്നല്ലേ? നാളെ നേരെ വെളുക്കുമ്പോ നിന്റെ ശവമേ ഈ നാട്ടുകാർ കാണത്തുള്ളടാ. കയ്യിലിരുന്ന ടോർച്ച് കൊണ്ട് സിബി സ്റ്റീഫനെ അടിച്ചു. സ്റ്റീഫൻ ഒഴിഞ്ഞു മാറിയതുകൊണ്ട് അടി ഡെയ്സിക്കാണ് കൊണ്ടത്. വേദനയുടെ മരവിപ്പിൽ അവൾ തളർന്ന് താഴേക്കിരുന്നു. സിബിയുടെ നേരെ കുതിച്ചുകൊണ്ട് സ്റ്റീഫൻ അലറി. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ നീ. ഡാഡി, വേഗം അവളെ വലിച്ച് വീട്ടിലാക്കി പൂട്ട്! മുതലാളിയോടായി സിബി വിളിച്ചു പറഞ്ഞു. ഡെയ്സിയെ തൊട്ടുപോകരുതെന്നാ പറഞ്ഞത്, സ്റ്റീഫൻ അലറി. അത് പറയാൻ നിനക്കെന്താടാ പട്ടി കാര്യം? ഇത് തന്നെയാണ് കാര്യം. സ്റ്റീഫൻ കാലുയർത്തി സിബിയെ തൊഴിച്ചു. ഒഴിഞ്ഞു മാറിയ സിബി സ്റ്റീഫന്റെ മേൽ ചാടി വീണു. നിലത്തേക്ക് വീണ അവർ രണ്ടും കെട്ടിമറിഞ്ഞു. അതിനിടയിലും സിബി വിളിച്ചു പറഞ്ഞു. ഡാഡി, വേഗം അവളെയും കൊണ്ട് വീട്ടിലേക്ക് പോ. ആളുകൾ ആരെങ്കിലും ഓടിക്കൂടിയ നാളക്കേടാ. ശരിയല്ലേ? ക്ലീറ്റസ് മുതലാളിയുടെ മകൾ പാറപ്പണിക്കാരനായ സ്റ്റീഫന്റെ കൂടെ ഒളിച്ചോടാൻ ഒരുങ്ങിയതാണെന്ന് നാട്ടുകാരറിഞ്ഞാൽ കുറച്ചിലല്ലേ? ബഹളം കേട്ട ആളുകൾ ആരെങ്കിലും ഓടിക്കൂടും മുമ്പ് ഡെയ്സി അവിടെ നിന്ന് കൊണ്ടുപോയില്ലെങ്കിൽ അത് സംഭവിക്കും. തളർന്നിരിക്കുന്ന ഡെയ്സിയെ വലിച്ചുയർത്തി അവളുടെ കരണ താഞ്ഞടിച്ചുകൊണ്ട് മുതലാളി അലറി. കോഴവരുടെ മോളെ, പോടി വീട്ടിലേക്ക്! ഇല്ല, ഡാഡി എന്നെ തല്ലിക്കൊന്നാലും ഇനി ആ വീട്ടിലേക്ക് ഞാൻ വരികയില്ല. നീ വരില്ലല്ലേടി? മുതലാളി അവളെ വലിച്ചഴിച്ചു. ഡെയ്സി കുതറി. മുതലാളിയുടെ കൈ ശക്തമായി അവളുടെ കരണത്ത് പതിച്ചു. നടക്കടി വീട്ടിലേക്ക്! അദ്ദേഹം അലറി. ഇല്ല, ഇല്ല ഡാഡി, ഇല്ല! കുതിറി രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ട് ഡെയ്സി പറഞ്ഞു. സ്റ്റീഫനോടൊപ്പം അല്ലെങ്കിൽ എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കണ്ട ഡാഡി. എന്റെ സ്റ്റീഫൻ എന്തെങ്കിലും സംഭവിച്ചെന്നറിഞ്ഞ പിന്നെ ഈ മകളുടെ ശവമേ ഡാഡിക്ക് കാണാൻ നോക്കൂ. നിന്റെ സ്റ്റീഫൻ നാളെ നേരെ വെളുക്കുമ്പോ അവന്റെ ശവം ഇവിടെ എവിടെയെങ്കിലും ഒരു മരത്ത് കെട്ടിത്തൂങ്ങി നിൽക്കും. അക്കൂടെ ഞാനും ഉണ്ടാവുമെന്ന് ഡാഡി ഓർത്തോളൂ. എടി, നിന്നെ സൃഷ്ടിച്ച് ഇതുവരെ വളർത്താൻ അറിയാമെങ്കിൽ നീ അങ്ങനെ കെട്ടിത്തൂങ്ങി ചാകാതെ നോക്കാനും അറിയാം എനിക്ക്. മുതലാളി വീണ്ടും ഡെയ്സിയെ ശക്തിയായി വലിച്ച് ബംഗ്ലാവിന്റെ മുറ്റത്തെത്തി. രക്ഷപ്പെടാൻ വേണ്ടി അവൾ കുതറി. പിടിവലിക്കിടയിൽ ഡെയ്സിയുടെ ഹാൻഡ് ബാഗ് താഴെ വീണു. 1000ന്റെ നോട്ടുകെട്ടുകൾ അതിനുള്ളിൽ നിന്ന് ചിതറി. അപ്പോഴേക്ക് ബംഗ്ലാവിനുള്ളിൽ നിന്ന് റോസമ്മയും വേലക്കാരിയും ഇറങ്ങി വന്നു. അവിടെ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാവാതെ അവർ മിഴിച്ചു നിന്നു. ഇവളെ കൊണ്ടുപോയി അകത്തെ മുറിയിൽ എവിടെയെങ്കിലും ഇട്ട് പൂട്ടടി, മുതലാളി ഭാര്യയോട് കൽപ്പിച്ചു. മമ്മി, എന്നെ തൊട്ടുപോകരുത്, ഡെയ്സിയുടെ ആജ്ഞ. അയ്യോ, ഇതൊക്കെ എന്തൊക്കെയാ ഇത്? റോസമ്മ നിലവിളിച്ചു. എന്തൊക്കെയാണെന്നോ? എടി, നിന്റെ പുന്നാര മോൾ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിയിട്ട് പിടിച്ചോണ്ട് വരിക. ഇവൾക്ക് ഭ്രാന്ത്. ഏതാണ്ടൊക്കെ മനസ്സിലായതുപോലെ റോസമ്മ വേഗം മകളെ കടന്നു പിടിച്ചു. സഹായത്തിന് വേലക്കാരെയും കൂട്ടി. 3 പേരുടെ കരുത്തിന് മുമ്പിൽ ഡെയ്സി വെറുമൊരു പൊങ്ങുതടിയായി. അവളെ ചെറുത്തുനിൽപ്പ് തികച്ചും നിഷ്ഫലമായി. പിടിച്ചു വലിച്ച് അവളെ മുറിക്കുള്ളിലാക്കി മുതലാളി ഭാര്യയോട് കൽപ്പിച്ചു. നീ ഇവളെ ശ്രദ്ധിച്ചോണം, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. മുതലാളി തിരിഞ്ഞോടി. മുറ്റത്ത് വീണ് കിടക്കുന്ന നോട്ടുകെട്ടുകൾ പെറുക്കിയെടുത്ത് അദ്ദേഹം മുറിക്കുള്ളിലേക്ക് ഇട്ടു. റോസമ്മ, ഇതെടുത്ത് എവിടെയെങ്കിലും വെക്ക്. സ്റ്റീഫനും സിബിയും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. സ്റ്റീഫന്റെ കൈക്കരുത്തിന് മുമ്പിൽ സിബി പലപ്പോഴും കുഴഞ്ഞു വീണു.
പിടിച്ചു നിൽക്കാനാവുന്നില്ലെന്നായപ്പോൾ സിബി ഉച്ചത്തിൽ വിളിച്ചു കൂവി, ഡാഡി ഓടി വായോ, ഇവനെന്നെ കൊല്ലുന്നേ. രാവിന്റെ മുഖതയിൽ ആ നിലവിളി പ്രതിധ്വനി ഉണർത്തി. ശബ്ദം കേട്ടിടത്തേക്ക് ആളുകൾ ഓടിക്കൂടി. അവർക്ക് നേരെ മുതലാളിയുടെ ശബ്ദമായിരുന്നു, കള്ളൻ കള്ളൻ, പിടിച്ചേട്ടോ അവനെ. ഓടിക്കൂടിയവരിൽ പലരും മുമ്പോട്ട് കുതിച്ചു. അടിയുടെയും ഇടിയുടെയും മുഴക്കങ്ങൾ അന്തരീക്ഷത്തിൽ ലയിച്ചു. സ്റ്റീഫൻ ഓടിക്കൂടിയ ജനത്തിന്റെ നടുവിൽ അകപ്പെട്ടു. അപ്പോഴും മുതലാളിയുടെ ശബ്ദം അയാളുടെ കാതുകളിൽ മുഴങ്ങി, കള്ളനാണിവൻ, പെണ്ണിന്റെ കല്യാണം നടത്താൻ വെച്ചിരുന്ന രൂപം മോഷ്ടിച്ച് ഓടിയതവൻ, ഞങ്ങൾ പിറകെ വന്ന് പിടിച്ചതാ. അയ്യോ, ഇത് നമ്മുടെ സ്റ്റീഫൻ അല്ലേ? ജനക്കൂട്ടത്തിൽ നിന്ന് ആരുടെയോ സ്വരം. അതെ, അവൻ തന്നെ. ആ, അന്ന് ടയർ, ഇന്ന് രൂപ, ഇനി ഇവനെ വിടരുത്, എടാ പെരുങ്കള്ള. ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരുവൻ മുമ്പോട്ട് കുതിച്ച് സ്റ്റീഫന്റെ മുഖത്തിടിച്ചു. ഇവനെ തല്ലിക്കൊണ്ട് കെട്ടിത്തൂക്കണം നമുക്ക്. ആരുടെയോ രോഷം. തല്ലിക്കൊല്ലണ്ട, പിന്നെ കൊലപാതകത്തിന് ഉത്തരവാദിത്വം പറയേണ്ടി വരും. നമുക്ക് ഇവനെ പിടിച്ച് കെട്ടിയിടാം, പോലീസ് വന്ന് കൊണ്ടുപോക്കോട്ടെ. നാട്ടുകാരുടെ മുമ്പിൽ മുതലാളി നല്ലവനായി. സ്റ്റീഫൻ തളർന്ന അവശനായി കഴിഞ്ഞിരുന്നു. എത്ര പേരോടാണ് എതിരിടുക? വയ്യ, നാവ് കുഴയുന്നു. അല്പം വെള്ളം കിട്ടിയിരുന്നെങ്കിൽ ആരോടാണ് ചോദിക്കുക? വരുന്നത് വരട്ടെ, എല്ലാം അനുഭവിക്കുകയെ നിവൃത്തിയുള്ളൂ. നിലത്ത് മറിച്ചിട്ട് ആളുകൾ സ്റ്റീഫന്റെ കൈയും കാലും വരിഞ്ഞു കെട്ടി. അനങ്ങാനാവാതെ, ഒരക്ഷരം ഉരിയാടാൻ പോലും ആവാതെ അവർക്ക് നടുവിൽ സ്റ്റീഫൻ തളർന്നു കിടന്നു. കള്ളനെ പിടിച്ചു കെട്ടിയ സന്തോഷത്തിൽ ജനം ഇളകി മറിഞ്ഞു. സ്റ്റീഫനെ പൊക്കിയെടുത്ത് അവർ മേലെടുത്ത ബംഗ്ലാവിന്റെ മുറ്റത്ത് കൊണ്ടുവന്നിട്ടു. മുതലാളി വേഗം പോലീസിന് ഫോൺ ചെയ്തു. പോലീസുകാർ വന്ന് കള്ളനെ കൊണ്ടുപോകുന്നത് കാണാൻ ജനം ബംഗ്ലാവിന്റെ മുറ്റത്ത് തടിച്ചുകൂടി. സിബിയെ വിളിച്ചുകൊണ്ട് മുതലാളി ബംഗ്ലാവിനുള്ളിലേക്ക് കയറി. എടാ, പോലീസുകാർ ഇപ്പം വരും. ഡെയ്സിയും കൊണ്ട് അവൻ ഒളിച്ചോടാൻ ഒടുങ്ങിയ വിവരമൊന്നും അവരറിയണ്ട. അവൻ പണം മോഷ്ടിച്ചുകൊണ്ട് ഇറങ്ങി ഓടിയപ്പോ നമ്മൾ പിടിച്ചതാണെന്ന് പറഞ്ഞാൽ മതി. നീ ഒരു കാര്യം ചെയ്യും, ആരും അറിയാതെ ഒരു കമ്പിയോടി എടുത്തോണ്ട് വന്ന് പിറകിലെ ജനാല കുത്തി തുറന്നിട്ടേരെ. അതുവഴിയ അവൻ അകത്ത് കയറിയതെന്ന് പറയാം. കുറെ രൂപ പോലീസുകാർക്ക് കൊടുത്താ ഡെയ്സിയെ കല്യാണം കഴിയുന്നത് വരെ അവരവനെ അകത്തിട്ടോളും. വേഗം ആവട്ടെ. സിബി വേഗം പ്രവർത്തിച്ചു. ബംഗ്ലാവിന്റെ പിറകിൽ ഒരു ജനാല അവൻ തല്ലിയുടച്ചു. കമ്പി കൊണ്ട് ഗ്രില്ലുകൾ വളച്ചു വെച്ചു. കിഴക്കൻ ചക്രവാളം ഉദയത്തിന്റെ വെള്ളായം മെല്ലെ മെല്ലെ അണിഞ്ഞു തുടങ്ങുകയായിരുന്നു. പോലീസ് വരുന്നതും കാത്ത് ജനം നിന്നു. കിഴക്കൻ ചക്രവാളത്തിൽ തെളിഞ്ഞ വെള്ളായം പ്രകൃതിയിൽ പ്രകാശം വീശി തുടങ്ങി. അകലെ നിന്ന് ഒരു വാഹനത്തിന്റെ പ്രകാശം അടുത്തു വരുന്നത് കണ്ടപ്പോൾ ജനം ഒതുങ്ങി നിന്നു. മേലെടുത്ത ബംഗ്ലാവിന്റെ ഗേറ്റിന് മുമ്പിൽ പോലീസ് ജീപ്പ് നിന്നു. സബ് ഇൻസ്പെക്ടറും 4 കോൺസ്റ്റബിൾമാരും അതിൽ നിന്നിറങ്ങി. പഞ്ചായത്ത് മെമ്പർ കൂടിയായ മുതലാളി അവരോട് സംഭവം വിശദീകരിച്ചു. തകർന്നു കിടക്കുന്ന ജനലും അലങ്കോലപ്പെട്ടു കിടക്കുന്ന അലമാരയും കാണിച്ചു കൊടുത്തു. കൈകാലുകൾ കെട്ടപ്പെട്ട നിലയിൽ സ്റ്റീഫൻ ബംഗ്ലാവിന്റെ മുറ്റത്ത് കിടക്കുകയായിരുന്നു. വിവരങ്ങൾ വിശദമായി മനസ്സിലാക്കിയ ശേഷം പോലീസുകാർ സ്റ്റീഫന്റെ അടുത്തേക്ക് നീങ്ങി. അവരിൽ ഒരാൾ കള്ളന്റെ കൈകാലുകളിലെ കെട്ടുകൾ അഴിച്ചു. അബോധാവസ്ഥയിൽ നേരിയൊരു ഞെരക്കത്തോടെ കമിഴ്ന്നു കിടക്കുകയായിരുന്നു സ്റ്റീഫൻ. മുമ്പോട്ട് കടന്നു വന്ന സബ് ഇൻസ്പെക്ടർ അയാളെ പിടിച്ചുയർത്തി. സ്റ്റീഫന്റെ മുഖം വ്യക്തമായി കണ്ടതും ഇൻസ്പെക്ടറുടെ നെറ്റിയിൽ ചുളിവുകളുണ്ടായി. ഇവിടുത്തെ കാറിന്റെ ടയറുകൾ മോഷ്ടിച്ചു വന്ന കേസിൽ ഇയാളെയല്ലേ ഞാൻ അറസ്റ്റ് ചെയ്തിരുന്നത്? അടുത്തുനിന്ന മുതലാളിയോടെ അദ്ദേഹം അന്വേഷിച്ചു. അതെ, ആ കേസിൽ ഇയാൾ നിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇൻസ്പെക്ടറുടെ ശബ്ദം കനത്തു. മുതലാളി പെട്ടെന്ന് പറഞ്ഞു, പക്ഷെ ഈ കേസിൽ ഇവൻ നിരപരാധിയല്ല. ധൃതിയിൽ അകത്തേക്ക് കയറി നോട്ടുകെട്ടുകൾ നിറച്ച് ഹാൻഡ് ബാഗുമായി മുതലാളി പുറത്തേക്ക് വന്നു. ഇതാ, ഇവിടെ നിന്ന് ഇവൻ മോഷ്ടിച്ച രൂപയാണ്. പിടികൂടാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് തിരിച്ചു കിട്ടി. മുതലാളിയുടെ മുഖത്തേക്കും നോട്ടുകെട്ടുകളിലേക്കും മാറി മാറി നോക്കിയിട്ട് ഇൻസ്പെക്ടർ പോലീസുകാരോട് കൽപ്പിച്ചു, ഇയാളെ ജീപ്പിലേക്ക് കയറ്റ്. 2 പോലീസുകാർ സ്റ്റീഫനെ ജീപ്പിനകത്തേക്ക് വലിച്ചിട്ടു. സ്റ്റീഫൻ ഞരങ്ങി. ഇൻസ്പെക്ടറോട് എന്തോ രഹസ്യം പറയാനുണ്ടെന്ന ഭാവത്തിൽ മുതലാളി അല്പം അടുത്തു നിന്നു. പെട്ടെന്ന് കൂടി നിന്ന ജനക്കൂട്ടത്തിന്റെ നടുവിലേക്ക് കുറെ കടലാസ് തുണ്ടുകൾ പറന്നു വീണു. ഇതെന്ത് കൂത്തെന്ന ഭാവത്തിൽ ജനം കടലാസ് തുണ്ടുകൾ കൈകളിലെടുത്തു. ആ കടലാസ് തുണ്ടുകളിൽ ഒരു വാചകം എഴുതിയിരുന്നു, എന്നെ രക്ഷിക്കണേ ഡെയ്സി. ആശ്ചര്യത്തോടെ ഇൻസ്പെക്ടർ ആ കുറിപ്പ് വാങ്ങി പരിശോധിച്ചു. ബംഗ്ലാവിലെ ഒരു വെന്റിലേഷനിലൂടെയാണ് കടലാസ് തുണ്ടുകൾ പറന്നു വന്നതെന്ന് ഇൻസ്പെക്ടർക്ക് മനസ്സിലായി. ആരാണ് ഡെയ്സി? മുതലാളിയോടായി അദ്ദേഹം അന്വേഷിച്ചു. എന്റെ മകളാണ്, തെല്ലുപരിങ്ങളോടെ മുതലാളി അറിയിച്ചു. അവളെവിടെ? മുറിക്കുള്ളിലുണ്ട്. അവളെ എങ്ങോട്ട് കൊണ്ടുവരൂ? അവൾക്ക് നല്ല സുഖമില്ലാതെ ഇരിക്കുക. മുതലാളിയുടെ ശബ്ദം വരച്ചു. മിസ്റ്റർ ക്ലീറ്റസ്, ഞാൻ പറയുന്നത് അനുസരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. ഇൻസ്പെക്ടറുടെ ശബ്ദം രൂക്ഷമായി. വരൂ, അകത്തേക്ക് വരൂ, നിങ്ങൾക്ക് അവളെ കാണാം. സമചിത്തത വീണ്ടെടുത്തുകൊണ്ട് സൗമ്യമായ സ്വരത്തിൽ മുതലാളി അറിയിച്ചു. ഇൻസ്പെക്ടർ ജ്വലിച്ചു.
രഹസ്യമായി നിങ്ങളുടെ മകളെ കാണേണ്ട കാര്യം എനിക്കില്ല മിസ്റ്റർ ക്ലീറ്റസ്. അല്ല, നിങ്ങൾ എന്തിനാണ് അവളെ വീട്ടു തടങ്കിലാക്കിയിരിക്കുന്നത്? അവളെ ആരും തടങ്കിലാക്കിയിട്ടില്ല സർ. ഈ കുറിപ്പ് അങ്ങനെയാണല്ലോ സൂചിപ്പിക്കുന്നത്. നോ, ഞാൻ അവളെ ഇപ്പൊ കൊണ്ടുവരാം. ധൃതിയിൽ മുതലാളി അകത്തേക്ക് ഓടി. തെല്ലു നേരത്തിനിടയിൽ ഡെയ്സിയെയും കൂട്ടി മുതലാളി വന്നു. അഴിഞ്ഞു ചിതറിയ മുടിയും ഉലഞ്ഞ വസ്ത്രങ്ങളുമായി കടന്നു വന്ന അവളെ കണ്ട് ജനം അമ്പരന്നു. ഇൻസ്പെക്ടറുടെ മുമ്പിൽ കൈകൂപ്പി നിന്ന് ഡെയ്സി യാചിച്ചു. ഡാഡി പറയുന്നതൊക്കെ കള്ളമാ. എന്റെ സ്റ്റീഫൻ നിരപരാധിയാണ് സർ, ഞങ്ങളെ രക്ഷിക്കണം. ഡെയ്സി പൊട്ടിക്കരഞ്ഞു. തടിച്ചുകൂടി നിൽക്കുന്ന ജനം അമ്പരപ്പോടെ അവളെ നോക്കി. ഡെയ്സി തുടർന്നു. ഞാനും സ്റ്റീഫനും തമ്മിൽ സ്നേഹമാണ്. ഞങ്ങളുടെ ബന്ധം ഡാഡി അംഗീകരിക്കാത്തത് കൊണ്ട് ദൂരെ എവിടെയെങ്കിലും പോയി ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി ഒളിച്ചോടാൻ ഒരുങ്ങിയതാ. പക്ഷെ ഞങ്ങൾ പിടിക്കപ്പെട്ടു. എന്റെ സ്റ്റീഫനെ അടിച്ചും തൊഴിച്ചും അവരെ ഈ നിലയിലാക്കി. എന്നെ മുറിക്കകത്ത് പൂട്ടുകയും ചെയ്തു. ഞങ്ങളെ രക്ഷിക്കണം സർ. സ്റ്റീഫനോടൊപ്പം ജീവിക്കാനായില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും, സത്യം. ഡെയ്സി വീണ്ടും തേങ്ങിക്കരഞ്ഞു. ഇൻസ്പെക്ടറുടെ മുഖം ചുവന്നു. മിസ്റ്റർ ക്ലീറ്റസ്, നിങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി എന്നെ അപമാനിക്കുകയായിരുന്നു അല്ലേ? സർ, ഇവൾക്ക് ഭ്രാന്താണ് സർ. പെട്ടെന്ന് സിബി മുന്നോട്ട് വന്നു. ഭ്രാന്ത്? അത് നിനക്കാടാ? ഡെയ്സി അലറി. അവളുടെ മുഖം കോപം കൊണ്ട് തൊടുത്തു. നിന്റെ ഭ്രാന്ത് പോലും പാവം ഒരു പെണ്ണ് ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതായി. എന്നിട്ട് നിനക്ക് സമാധാനമായിട്ടില്ല ഇല്ലേ? നീ എന്റെ സ്റ്റീഫനെ അടിച്ചും തൊഴിച്ചും കൊല്ലാൻ നോക്കിയില്ലേ? ഇനി ഞാൻ ക്ഷമിക്കില്ലടാ. ഞാൻ എല്ലാം വിളിച്ചു പറയും. ഈ നാട്ടുകാരൊക്കെ അറിയട്ടെ നിന്റെ ഗുണം. കലി ബാധിച്ചവളെ പോലെ ഡെയ്സി നിന്ന് വിറച്ചു. സിബിയുടെ നേർക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അവൾ വീണ്ടും അലറി. ഇവനൊരു കൊലപാതകയാണ് ഇൻസ്പെക്ടർ. ഇവനെ അറസ്റ്റ് ചെയ്യേ. ആ ജീപ്പിലിരിക്കുന്ന സ്റ്റീഫന്റെ പെങ്ങളെ ബലാത്സംഗം ചെയ്ത് കൊന്നവനാണിവൻ. ഡെയ്സി! സിബി വിഭ്രമത്തോടെ അവളെ നോക്കി. പിന്നെ ഒരു ഉന്മത്തിനെ പോലെ അവൻ പുലമ്പി. ഇല്ലടി, ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഉണ്ട് ഇൻസ്പെക്ടർ, നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ തെളിവുകളും ഞാൻ തരാം. ചത്തുപോയ റോബർട്ടും ഇവന് ചേർന്ന് പാതിരാത്രിക്ക് ശലോമിയെ കൊക്കോ തോട്ടത്തിൽ കുഴിച്ചു മൂടുന്നത് ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കുഴിച്ചു നോക്ക്. ഇൻസ്പെക്ടർ, ഇവക്ക് ഭ്രാന്താണ്. ഇവർ പറയുന്നതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട. മുതലാളി മുമ്പോട്ട് വന്ന് ഡെയ്സിയെ പിടിച്ചോണ്ട് പോകാനൊരുങ്ങി. പെട്ടെന്ന് ജനക്കൂട്ടത്തിൽ നിന്നും ആരവും ഉണർന്നു. ഡെയ്സിക്ക് ഭ്രാന്തില്ല, അവൾ പറഞ്ഞത് സത്യമാ. ശലോമിയെ കുറെ കാലമായി ഇവിടെ എങ്ങും കാണാനില്ല. സിബി അവളെ കൊന്നതാ. കൊക്കോത്തോട്ടം കുഴിച്ചു നോക്ക്, സത്യം അറിയാമല്ലോ. ആൾക്കൂട്ടത്തിലൂടെ സിബി പുറത്തേക്ക് കടന്ന് ഓടാനൊരുങ്ങി. ആരൊക്കെയോ അവനെ കടന്നു പിടിച്ചു. സിബിയെ അറസ്റ്റ് ചെയ്യുക! ജനക്കൂട്ടം അലറി. പോലീസുകാരും ജനവും മേലെടുത്ത ബംഗ്ലാവിന് പുറകിലെ കൊക്കോത്തോട്ടത്തിലേക്ക് നീങ്ങി. ഡെയ്സി ചൂണ്ടിക്കാട്ടിയ സ്ഥലം ധൃതിയിൽ കുഴിച്ചു തുടങ്ങി. ജനം ആ സത്യം കണ്ട് പകച്ചു നിന്നു. കുഴിയിൽ ഒരു മനുഷ്യ ശരീരത്തിന്റെ അസ്ഥികൂടം ചിതറിക്കിടക്കുന്നു. അതിനിടയിൽ മണ്ണിൽ പതിഞ്ഞ് 2 വെള്ളിക്കൊലുസുകളും. എന്റെ സിബി! മുതലാളി നെഞ്ചിൽ കൈവച്ച് വിലപിച്ചു. ആ മുഖത്ത് വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു വന്നു. അസഹ്യമായ വേദനയിൽ എന്നോണം മുതലാളി ഞെളിപിരി കൊണ്ടു. നിന്നു നിൽപ്പിൽ അദ്ദേഹം നിലത്തേക്ക് വീണു. ജനക്കൂട്ടത്തിൽ നിന്നും അപ്പോഴും ആരവമുയർന്നു. സിബിയെ അറസ്റ്റ് ചെയ്യുക! ശലോമിയെ കൊന്ന സിബിയെ തൂക്കിക്കൊല്ലുക! മകൻ കൊലപാതകയാണെന്ന് അറിഞ്ഞുണ്ടായ ഹൃദയാഘാതത്തിൽ മരണമടഞ്ഞ ക്ലീറ്റസ് മുതലാളിക്ക് ആയിരങ്ങൾ അന്ത്യോപചാരം അർപ്പിച്ചു. പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പ് മുറിയിൽ അപ്പോഴും സിബിയുടെ യാചന ഉയർന്നു. എന്റെ ഡാഡിയുടെ മൃതദേഹം അവസാനമായിട്ടൊന്ന് കാണാനെങ്കിലും എന്നെ അനുവദിക്കൂ സർ. ഒരു പോലീസ് കോൺസ്റ്റബിൾ അവനെ ശാസിച്ചു. തന്തയെ കാണാനെന്ന് പറഞ്ഞ് നിന്നെ കൊണ്ട് അങ്ങോട്ട് ചെന്ന ഗ്രാമത്തിലുള്ള മനുഷ്യരെ നിന്നെ കല്ലെറിഞ്ഞ് കൊല്ലുമട പട്ടി. ഇവിടെ എങ്ങാനും മിണ്ടാതെ കിടന്നോ മര്യാദയ്ക്ക്. പാവം പിടിച്ച ഒരു പെണ്ണിനെ കടിച്ചു കീറി അവളുടെ വായിൽ ഉറക്ക വിളിയും കുടഞ്ഞിട്ട് കാത്തിരുന്നപ്പോ ഇത്രയ്ക്കൊന്നും നീ ചിന്തിച്ചില്ലല്ലോ. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കിക്കോ. 1000 വർഷം കുഴിച്ചു മൂടിയിട്ടാലും സത്യം ഒരു നാൾ പുറത്തു വരും. ക്ലീറ്റസ് മുതലാളിയുടെ ശവസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം അടുത്ത പ്രഭാതത്തിൽ ചിറക്കര പള്ളിയിലെ വികാരിയച്ഛൻ സ്റ്റീഫനെ തേടിയെത്തി. സഹോദരിയുടെ ദാരുണാന്ത്യത്തിൽ മനംനൊന്ത് സ്വന്തം വീട്ടിൽ തളർന്നു കിടക്കുകയായിരുന്നു സ്റ്റീഫൻ. അച്ഛനെ കണ്ടപ്പോൾ സ്റ്റീഫൻ എഴുന്നേറ്റു. അയാളെ ആശ്വസിപ്പിച്ചുകൊണ്ട് വികാരിയച്ഛൻ പറഞ്ഞു, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. എല്ലാം ദൈവത്തിന്റെ പരീക്ഷണങ്ങളായിരുന്നുവെന്ന് സമാധാനിക്കുക. ഈ ലോകത്തിന്റെ ഭാരങ്ങളും പ്രയാസങ്ങളും മറന്ന് ശലോമിയുടെ ആത്മാവ് മറ്റൊരു ലോകത്തേക്ക് പോയി. ക്രൂരതയും ദുഷ്ടതയും ഇല്ലാത്ത ആ ലോകത്തിൽ അവൾ ഒരു മാലാഖയായി ജീവിക്കുന്നുണ്ടെന്ന് നമുക്ക് സമാധാനിക്കാം. ഇല്ലച്ചോ, അങ്ങനെ ഒരു സമാധാനം എനിക്കില്ല. എന്റെ ശലോമിയെ കൊന്നവനോട് ഞാൻ തന്നെ പകരം വീട്ടും. പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവൻ ഇങ്ങോട്ട് വരട്ടെ. പ്രതികാരം ദൈവത്തിനുള്ളതാണെന്ന് സ്റ്റീഫൻ പഠിച്ചിട്ടില്ലേ? തെറ്റ് ചെയ്ത സിബിയോട് ദൈവം പ്രതികാരം ചെയ്തു. സ്വന്തം സഹോദരിയെ കൊണ്ട് ദൈവം അവനെ നിയമത്തിന് ചൂണ്ടിക്കാട്ടി കൊടുത്തു.
നിയമം അവനെ ശിക്ഷിക്കാതെ വിടില്ല. എന്നാലും എന്റെ ശലോമിയെ കുറിച്ച് ഓർക്കുമ്പോ വീണ്ടും സ്റ്റീഫന്റെ കണ്ണുകൾ നനഞ്ഞു. ശലോമി സ്റ്റീഫന്റെ ജീവിതത്തിൽ നിന്ന് അവൾ കടന്നുപോയി. അവൾക്ക് പകരം സ്റ്റീഫന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ദൈവം മറ്റൊരാളെ ഒരുക്കിയിരിക്കുന്നു, ഡെയ്സിയെ. ഇനിയിപ്പോ സ്റ്റീഫൻ അവളെ സ്നേഹിക്കുക, അവളെ സംരക്ഷിക്കുക. സ്റ്റീഫന്റെ സുഖത്തിലും ദുഃഖത്തിലും എന്നും തുണയായിരിക്കുമെന്ന് ഡെയ്സി എന്നോട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടത്തി തരാൻ ഈ നാട്ടുകാർക്ക് പോലും സമ്മതമാണ്. ഞായറാഴ്ച മുതൽ സ്റ്റീഫൻ മുടങ്ങാതെ പള്ളിയിൽ വരണം. ഡെയ്സിയുടെ സമ്മാനമായ വയലിനിൽ മനോഹരങ്ങളായ രാഗങ്ങൾ വായിക്കണം. ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനങ്ങളായിരിക്കും അതെന്ന് എനിക്കിപ്പോ ഉറച്ച വിശ്വാസമുണ്ട്. എന്താ, സ്റ്റീഫൻ വരില്ലേ? തെല്ലു നേരത്തെ ആലോചനയ്ക്ക് ശേഷം സ്റ്റീഫൻ പറഞ്ഞു, ഞാൻ വരും, തീർച്ചയായും വരും. പ്രതികാരം എനിക്കുള്ളതല്ലെന്ന് ഞാനിപ്പോ മനസ്സിലാക്കുന്ന ചോ. എനിക്ക് വേണ്ടി ഡെയ്സി അവളുടെ ഡാഡിയെയും സിബിയെയും മറന്നു. അതുകൊണ്ട് അവൾക്ക് വേണ്ടി ഞാൻ എന്റെ പ്രതികാരവും മറക്കുകയാണ്. നല്ലത്. പ്രതികാരം മറക്കുന്ന മനസ്സിലെ ദൈവത്തിന് ഇരിപ്പിടമുള്ളൂ. നിങ്ങളുടെ മനസ്സിൽ എന്നെന്നും സന്തോഷം നിറയട്ടെ. അനുഗ്രഹവും ആശീർവാദവും നൽകി വികാരി അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. കിഴക്കൻ ചക്രവാളത്തിൽ തേജോമയനായ സൂര്യൻ ഉദിച്ചുയർന്ന ഒരു പ്രഭാതമായിരുന്നു അത്. അകലെ എങ്ങോ നിന്ന് വസന്തത്തിന്റെ പൂങ്കിളിൽ മനോഹരമായി പാടുന്ന പ്രഭാതം. എല്ലാവർക്കും നോവൽ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടാതെ ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും കാണാം. നന്ദി.